Meet the editors. ചോദ്യം ഇതാണ്, ഇന്ന് പ്രധാനമന്ത്രിയുടേത് നല്ല മറുപടി. ഉണ്ണി ബാലകൃഷ്ണൻ ഏകദേശം 2 മണിക്കൂറോളം ആ പ്രസംഗമുണ്ട്. നമ്മൾ ഒരുമിച്ചിരുന്നാണ് അത് കേട്ടത്. അല്പമൊക്കെ തടസ്സപ്പെട്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ബഹളം അവിടെ ഉണ്ടായിരുന്നു. ആ ബഹളത്തിനിടയിലും പ്രധാനമന്ത്രി 2 മണിക്കൂർ പൂർത്തിയാക്കി. ഇടയ്ക്കൊക്കെ ഇരുന്നു, എന്നിട്ടും അദ്ദേഹം അത് പൂർത്തിയാക്കുന്നു. നല്ല മറുപടിയായിരുന്നു. നോക്കൂ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഒരു BJP എന്ന പാർട്ടിയുടെ നേതാവ് മാത്രമല്ല. എന്ന് മാത്രവുമല്ല, നരേന്ദ്രമോദി ഇന്ന് സംസാരിച്ചത് BJPയുടെ പൊതുസമ്മേളനത്തിലല്ല, ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ 1.25 മണിക്കൂർ എടുത്ത് ഈ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ തൻ്റെ പ്രസംഗത്തിലൂടെ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ആ പ്രസംഗത്തെക്കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? ആ പ്രസംഗം, നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടിട്ടില്ലാത്ത പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ പറയാം. സ്കൂളിൽ നിന്നൊരു കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ആ കുട്ടി പറയുന്നത് എന്നെ അധ്യാപകൻ ശിക്ഷിച്ചു എന്നാണ്. എന്നാൽ ആ കുട്ടി മറച്ചു വയ്ക്കുന്നത് എന്താണ്? തൊട്ടടുത്തിരുന്ന കുട്ടിയുടെ ഉടുപ്പ് കീറിക്കളഞ്ഞു, മറ്റൊരു കുട്ടിയുടെ ടിഫിൻ ബോക്സ് മോഷ്ടിച്ചു, വേറൊരു അധ്യാപകനെ കള്ളനെന്ന് വിളിച്ചു. അതിനാണ് ഈ കുട്ടി ശിക്ഷിക്കപ്പെട്ടത്. എന്നിട്ട് വീട്ടിൽ വന്ന് കരയുകയാണ്, എന്നെ അധ്യാപകൻ അടിച്ചു. ഇങ്ങനെയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കിയിരിക്കുന്നത്. അഥവാ നരേന്ദ്രമോദിക്ക് ആ പ്രസംഗത്തോടുള്ള സമീപനമാണ് ഈ കഥയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്, രാഹുൽ ഗാന്ധി ഉയർത്തിയത്? ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന നീറ്റ് പ്രശ്നം, രാജ്യത്ത് കോടിക്കണക്കിന് യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയുടെ പ്രശ്നം, ലക്ഷക്കണക്കായ കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിലപ്രതിസന്ധി, മണിപ്പൂരിൽ ഒരു സംസ്ഥാനം നിന്ന് കത്തിയ സംഭവം, ഇങ്ങനെ രാജ്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തനിക്ക് കിട്ടിയ അവസരത്തിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഫോറത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. അതിന് പകരം നരേന്ദ്രമോദി അവിടെ പരിഹാസം കലർന്ന ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. ആ രാഷ്ട്രീയ പ്രസംഗം തന്നെ അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തത് ദക്ഷിണേന്ത്യയിൽ പോയി ഉത്തരേന്ത്യയെക്കുറിച്ച് കുറ്റം പറയും, കിഴക്കേ ഇന്ത്യയിൽ പോയി പടിഞ്ഞാറേ ഇന്ത്യയെക്കുറിച്ച് കുറ്റം പറയും. ഒരു പ്രധാനമന്ത്രി ഇന്ന് പാർലമെൻറ്റ് പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയിൽ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യമാണിത്. നോക്കൂ, ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഉത്തരേന്ത്യ മോശമാണെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ദക്ഷിണേന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കിഴക്കേ ഇന്ത്യയിൽ പോയി നിന്നിട്ട് പടിഞ്ഞാറേ ഇന്ത്യക്കാർ മുഴുവൻ മോശമാണെന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇന്ന് നമുക്കറിയാമല്ലോ, സമൂഹ മാധ്യമങ്ങളുടെ വ്യാപനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലും ലോകത്തുമാണ് നമ്മൾ താമസിക്കുന്നത്, ജീവിക്കുന്നത്. കേരളത്തിൽ വന്നു നിന്ന് ഉത്തരേന്ത്യയെക്കുറിച്ചൊരു മോശപ്പെട്ട കാര്യം പറഞ്ഞാൽ ഒരു നിമിഷം വേണ്ടെന്നേ അത് കാശ്മീരിലെത്താനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. മറ്റൊരു കാര്യം എന്താണ്? ഈ പറയുന്ന ആരക്ഷൺ എന്ന് പറഞ്ഞാൽ എന്താ? റിസർവേഷൻ. ഈ രാജ്യത്ത് സംവരണം നടപ്പാക്കരുത് എന്ന് ആഗ്രഹിക്കുകയും സംവരണത്തിനെതിരായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. എന്തെങ്കിലും ചരിത്ര വസ്തുത അതിൻ്റെ പിന്നിലുണ്ടോ? ഈ രാജ്യത്ത് ആദ്യം അധികാരത്തിൽ വന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സർക്കാരാണ് ഈ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയതെന്ന് നമുക്കറിയാം. അത് 10 വർഷത്തേക്കായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആകെ 16 വർഷമാണ് ഇന്ത്യയിൽ BJP ഭരിച്ചിട്ടുള്ളത്. 1998 മുതൽ 2004 വരെയുള്ള 6 വർഷങ്ങൾ, പിന്നെ നരേന്ദ്രമോദിയുടെ 10 വർഷങ്ങൾ, 16 വർഷമേ ഇന്ത്യ ഭരിച്ചിട്ടുള്ളൂ. ബാക്കി ഈ പറയുന്ന 77 വർഷമായി ഈ രാജ്യം സ്വാതന്ത്ര്യത്തിലായിട്ട് ആ ബാക്കി 77 വർഷവും വിവിധ പാർട്ടികൾ, അതിൽ തന്നെ 6-7 വർഷമേ കോൺഗ്രസ് പുറത്തു നിന്നിട്ടുള്ള അധികാരത്തിൽ. ഈ പാർട്ടികളെല്ലാം അധികാരത്തിൽ നിന്നുകൊണ്ട് ഓരോ 10 വർഷം കൂടുമ്പോഴും ഈ സംവരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ രാജ്യത്ത് സംവരണം പാവപ്പെട്ടവർക്ക്, പിന്നാക്കക്കാർക്ക്, പാവപ്പെട്ടവർ ഞാൻ ഉദ്ദേശിച്ചത് സാമുദായികമായി, ദളിത് വിഭാഗങ്ങൾക്ക്, പിന്നാക്കക്കാർക്ക് സംവരണം ഉറപ്പാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും കോൺഗ്രസിനുമാണ്. എന്നാൽ സംവരണത്തെ സംബന്ധിച്ച് BJPയുടെ നിലപാടെന്താണ്? സംവരണത്തെ സംബന്ധിച്ച് RSSൻ്റെ നിലപാടാണല്ലോ BJPയുടെ നിലപാട്. BJPയുടെയും RSSൻ്റെയും നിലപാടെന്ന് പറയുന്നത് സാമുദായിക സംവരണമല്ല, സാമ്പത്തിക സംവരണമാണ് ആവശ്യമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാണ് സംവരണത്തിനെതിരെ എന്ന് മാത്രവുമല്ല, നരേന്ദ്രമോദി പറയുന്നുണ്ടായിരുന്നു, ഈ 77 അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി ഗവൺമെൻറ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ട് പിന്നീട് ഇന്ദിരാഗാന്ധി പൂഴ്ത്തിവെച്ചു. ശരിയാണ്, അവിടെ വലിയൊരു വീഴ്ചയാണ് കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ളത്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ, അത് നടപ്പാക്കുന്നതിനെതിരെ സമരമുഖത്തുണ്ടായിരുന്ന പാർട്ടി ഏതാണെന്ന് അറിയാവോ? BJP ആണ്. രാജീവ് ഗോസ്വാമി എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി എന്ന ആത്മാഹൂതിക്ക് ശ്രമിച്ചു. 2004 അയാൾ മരിച്ചത്. അപ്പോൾ ആ രീതിയിൽ 10% ഈ സാമ്പത്തിക സംവരണം നടപ്പാക്കിയ സർക്കാർ ആരുടേതാണ്?
ഈ സാമുദായിക സംവരണത്തിന് ബദലായി സാമ്പത്തിക സംവരണം രാജ്യത്ത് നടപ്പാക്കിയതാരാണ്? BJP ആണ്. ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ ഈ രാജ്യത്ത് സാമ്പത്തികമായ അരാജകത്വമായിരുന്നു നിലനിന്നിരുന്നതെന്നും ഇപ്പോഴാണ് സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് രാജ്യം വന്നതെന്നും അത് BJPയുടെ നേട്ടമാണ് എന്നും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ലോകത്തിൽ ഏറ്റവും മികച്ച ബാങ്കിങ് സംവിധാനം ഉണ്ടായ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണെന്നും ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു നരേന്ദ്രമോദി. അപ്പോൾ ഒരു കണക്കുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ബാങ്ക് ഫ്രോഡ് സംഭവിച്ചത്. ഇത് നമ്മുടെ കണക്കല്ല കേട്ടോ, ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്. 5,35,000 കോടി രൂപയുടെ ബാങ്ക് ഫ്രോഡാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ കണ്ടത്. 2020-21 ഈ തൊട്ടടുത്ത വർഷം, ആ ഒറ്റ വർഷം സംഭവിച്ചത് എത്രയാണെന്നറിയാം? 1,38,00,000 രൂപയുടെ ബാങ്ക് ക്രമക്കേടാണ് നടന്നത്. നമ്മുടെ പ്രതിരോധ ബജറ്റ് എത്രയാണെന്നറിയാവോ? 2 ലക്ഷം കോടിയാണ്. ആ സമയത്താണ് ഈ 5,35,000 കോടി രൂപയുടെ ബാങ്ക് ഫ്രോഡ് 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് നടന്നത്. അത് ചരിത്രമാണ്, അത് റെക്കോർഡാണ്. ആ സമയത്താണ് നരേന്ദ്രമോദി പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ് വ്യവസ്ഥയെ നമ്മൾ അങ്ങ് ഉയർത്തിയെടുത്ത് കളഞ്ഞു എന്നുള്ളത്. ഇനി മാത്രമല്ല, ഈ പ്രസംഗത്തിൽ അദ്ദേഹം നേട്ടമായിട്ട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ എല്ലാവർക്കും ഗ്യാസ് കൊടുത്തു എന്നാണ്. മാത്രമല്ല, ഞങ്ങൾ ദരിദ്രരുടെ നിരക്ക് കുറച്ചു കൊണ്ടുവന്നു എന്നാണ്. 10 വർഷം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് നട്ടലോടെ പറയാൻ കഴിയണ്ടേ ഞങ്ങൾ പാസാക്കിയ ഈ നിയമം നിങ്ങളെ ശാക്തീകരിച്ചു എന്ന്? ഞാനൊരു ഉദാഹരണം പറയാം. UPA 1ാം സർക്കാരാണ് രാജ്യത്ത് തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നത്. ചരിത്രമല്ലേ അത്? തൊഴിലുറപ്പ് നിയമം എന്ന് പറയുന്നത് ഇന്ന് ഈ രാജ്യത്ത് ഒരാൾക്ക് തൊഴിലില്ലാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കോടതിയെ പോകാം, കാരണം വെച്ചാൽ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, മൗലിക അവകാശമാണ്. അത് ഇന്ത്യൻ ഗ്രാമങ്ങളെ മാറ്റിമറിച്ചത്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ചത്. അത്തരത്തിൽ വിപ്ലവകരമായ നിയമങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഗ്യാസ് കൊടുത്തു, ദരിദ്രരെ താഴ്ത്തിക്കൊണ്ടുവന്നു. ദരിദ്രരെ എങ്ങനെ താഴ്ത്തിക്കൊണ്ടുവന്നു അറിയാവോ? 2ാം UPA സർക്കാർ വേറൊരു നിയമം പാസ്സാക്കുന്നുണ്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ നിയമം. അതായത് നിങ്ങൾക്ക് ഈ രാജ്യത്ത് പട്ടിണി കിടക്കാൻ കഴിയില്ല, അപ്പോൾ നിങ്ങൾക്ക് കോടതി പോകാം. ഞാൻ പട്ടിണി കിടക്കുന്നു, ഇതിൻ്റെ ഉത്തരവാദി സർക്കാരാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാം. കാരണം ഈ രാജ്യത്ത് മൗലികാവകാശമാണ് ഈ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഒരു അതൊക്കെയാണ് ഒരു പ്രധാനമന്ത്രി ഇന്നുകൊണ്ട് പറയേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഗ്യാസ് കൊടുത്തു, അല്ലെങ്കിൽ ഞങ്ങൾ ദരിദ്രരുടെ എണ്ണം കുറച്ചുകൊണ്ട് കൊടുത്തു, ഞങ്ങൾ റേഷൻ കടയിൽ അരി ഉറപ്പാക്കി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ വലിയ ആരോപണങ്ങളെ നരേന്ദ്രമോദി നേരിടാൻ ശ്രമിച്ചത്. അങ്ങേയറ്റം പത്തറ്റിക് ആയിരുന്നു ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പെർഫോമൻസ്. ഇനി വേറൊരു കാര്യമുണ്ടല്ലോ, ബാലക് ബുദ്ധി. ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ബാലക് ബുദ്ധി. ആരെയാണ് വിളിച്ചത്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയാണ് പിള്ള ബുദ്ധി എന്ന് വിളിച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 4 മാസം 5 മാസം ഈ രാജ്യത്തുടനീളം യാത്ര ചെയ്ത് ജനങ്ങളെ കേൾക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളെ ബോധ്യപ്പെടുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം പാർട്ടിയെയും ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയെയും വലിയ മുന്നേറ്റത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിലൂടെ നയിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കയറി വന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ന് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നൊരു ചെറിയ പ്രതിപക്ഷമല്ലെന്ന് മാത്രവുമല്ല, 400 സീറ്റിന് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞ BJPയെ കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രാഹുൽ ഗാന്ധി വഹിച്ചൊരു റോൾ വലിയ റോളാണ്. അദ്ദേഹത്തിന് ഇനി പപ്പു എന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്താണ്, നിങ്ങളുടെ ഏതൊരു ചെറിയ ബുദ്ധിയാണ്, കുഞ്ഞു ബുദ്ധിയാണ് എന്ന് പറയുകയാണ്. ഈ കുഞ്ഞു ബുദ്ധിയായിട്ടുള്ള ആൾ ഇന്നലെ 1.25 മണിക്കൂർ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ചത് മുഴുവൻ ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതിന് മറുപടി പറയുന്നതിന് പകരം കുഞ്ഞു ബുദ്ധി എന്ന് പറയുമ്പോൾ നോക്കൂ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ആശയപരമായ പരിമിതികൾ ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് വ്യക്തമായ വാദമുഖങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ എതിരാളിയെ വ്യക്തിപരമായി ആക്രമിക്കും. ഇപ്പോൾ അരുൺ ഒരു വാദമുഖം പറയുന്നു, എനിക്ക് അരുണിനെ തടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ അരുണിനെ വ്യക്തിപരമായി അങ്ങ് ചെലുവാരി എറിഞ്ഞാൽ മതിയല്ലോ. ഈ ഒരു കാര്യമാണ് ഇന്ന് നരേന്ദ്രമോദി ചെയ്തത്. ഒരാൾ ഏറ്റവും ദുർബലപ്പെടുന്നതിൻ്റെ സൂചനയാണ് അയാൾ മറ്റൊരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത്. ഇതൊന്നും നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയിൽ കണ്ടിട്ടില്ല. നരേന്ദ്രമോദി പതറിയതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഒരു കവല പ്രസംഗമായി ചുരുങ്ങിപ്പോയി. ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അയാളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം നേതാവല്ല, ഇന്ത്യയുടെ മൊത്തം നേതാവാണ്. ആ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് പ്രതിപക്ഷത്തെ ബഹുമാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷം പറയുന്നത് കേട്ടുകൊണ്ട് അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് ജനങ്ങളോടാണ്, രാജ്യത്തോടാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതൊന്നും സംഭവിക്കാതെ പരിഹാസം തുടരുന്നൊരു രീതിയാണ് ഇന്നും നരേന്ദ്രമോദി അൺഫോർച്ചുനേറ്റ്ലി പാർലമെന്റിൽ കാണിച്ചത്. ഞാനൊരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, എന്നോടൊപ്പം ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണല്ലോ നിങ്ങളെല്ലാവരും. എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂസ് പെഗ് ഉണ്ടാകുമല്ലോ, നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണ്ടേ, എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കണ്ടേ, നാളെ ഈ നാട്ടിലെ ആളുകളൊക്കെ ഈ വാർത്ത വായിക്കണ്ടേ? അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, അങ്ങനെ നമുക്ക് പറയാൻ കഴിയണ്ടേ? അതിന് പകരം നമ്മളിപ്പോൾ വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതും എന്തായിട്ടുള്ള കാര്യമാണ്? പ്രതിപക്ഷ നേതാവിനെ ബാലക് ബുദ്ധി എന്ന് വിളിച്ചു എന്നുള്ളതല്ലേ ഇപ്പോഴത്തെ വാർത്ത. ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇത്രയും ചുരുങ്ങിപ്പോകാൻ പാടുണ്ടോ? ഞാൻ പറയുന്നത്
പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റാം, പോട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളാണ്, നമുക്ക് അത്രയും ഗൗരവത്തോടെ എടുത്താൽ മതി. പക്ഷേ പ്രധാനമന്ത്രിയെ ഒരു രാജ്യം അത്ര വളരെ ഗൗരവത്തോടുകൂടി എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ 2.25 മണിക്കൂർ ഇന്ത്യൻ പാർലമെന്റിന്റെ സമയം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനതയെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ ബാലക് ബുദ്ധി എന്ന് വിളിക്കാനും തെറ്റായ വസ്തുതകൾ, ചരിത്രത്തിന്റെ യാതൊരു പിൻബലവും ഇല്ലാത്ത വസ്തുതകൾ പറഞ്ഞ് അത് വളച്ചൊടിച്ച് തെറ്റായ ധാരണകൾ പരത്താനുമാണ് ശ്രമിച്ചത്. ദാറ്റ് ഇസ് സോ അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു പ്രസംഗമാണ് ഇന്ന് നരേന്ദ്രമോദി നടത്തിയത്. മോദി ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ലെന്ന് മാത്രവുമല്ല, മോദി ഇനി തുടർന്നുള്ള നാളുകളിലും ഈ പ്രശ്നങ്ങളൊന്നും മറുപടി പറയാൻ തീരുമാനമുള്ള ഒരാളായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. സ്മൃതി, വളരെ മോശം മറുപടിയാണ്. സ്വന്തം ഇമേജിനപ്പുറം ചരിത്രപരമായിട്ടോ വസ്തുതാപരമായിട്ടോ കാര്യങ്ങൾ പറയാൻ കഴിയാത്ത ഒരു നേതാവാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഒരു വേദിയായി അവിടെ അദ്ദേഹം സ്ഥലത്തെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് എണ്ണി പറഞ്ഞ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിൽക്കുന്നു. ബാലക് ബുദ്ധി, സൈക്കിളിൽ നിന്ന് വീണ കുട്ടി കരയുന്നത് പോലെ ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും കാണിച്ച് ചിരിപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെയുള്ളൂ രാഹുൽ ഗാന്ധി എന്നാണ് പറയുന്നത്. രാജ്യം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും എന്നോട് ഇന്നയാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഇന്നയാൾ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത്. കാരണം ഓരോ രാജ്യത്തിനും ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് ഓരോ ആളുകളോടും സംസാരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഈ അഗ്നിവീറുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത്. അഗ്നിവീറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അഗ്നിവീറിൻ്റെ കുടുംബം പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ കണക്കുകൾ ഈ പറഞ്ഞ വരി നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന കണക്കുകൾ വെച്ച് സമർത്ഥിക്കാൻ പറ്റും, ശരി തന്നെ. പക്ഷേ അതിലപ്പുറം അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അഗ്നിവീറിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് ഇപ്പോൾ ആളുകൾ എത്തുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം പലയിടത്തും നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, പല മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ അഗ്നിവീർ നല്ല പദ്ധതിയാണെന്നല്ല ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പോലും സൈന്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ റിഫോംസിലാണ് സൈന്യം എന്നാണ് പറയുന്നത്. അഗ്നിവീർ എന്നതിന് കള്ളം എന്ന് പറയുമ്പോഴും സൈന്യത്തിൽ റിഫോംസ് ആവശ്യമുണ്ട്, അതിൻ്റെ നടപടികളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾ പോകുന്നത് എന്ന് തുറന്ന് സമ്മതിക്കൽ കൂടിയാണ്. ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടിയില്ല, ചരിത്രത്തെ വളച്ചൊടിക്കുക. കളവ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മോദിയാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമ്പോൾ നോക്കൂ, തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ തോൽവിയാണ് എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. 303 നിന്ന് 240 വന്നിരിക്കുന്ന BJP സഖ്യകക്ഷിയുടെ ഔദാര്യത്തിൽ ഭരിക്കുന്ന മോദി കോൺഗ്രസിനെ പരാന്നഭോജി എന്ന് വിളിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റുക? മാത്രമല്ല, ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഴിമതി എന്താണ്? ഈ രാഹുൽ ഗാന്ധി പാർലമെന്റ് തുടങ്ങുന്ന ഘട്ടത്തിൽ പറഞ്ഞത് എന്താണ്? നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് നല്ല വിശദമായൊരു മറുപടി വിദ്യാർത്ഥികൾക്ക് നൽകണം. അവർ ആശങ്കയിലാണ്, അവരെ സമാധാനിപ്പിക്കുന്ന ഒരു മറുപടി പാർലമെന്റിൽ നിന്ന് വേണമെന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ പേരിലാണ് പ്രതിപക്ഷം ഇത്രയും ദിവസം പ്രശ്നമുണ്ടാക്കിയത്. നീറ്റിലൊരു ശക്തമായി എന്നാൽ എന്താണ് നീറ്റിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് കൃത്യമായി എപ്പോഴെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? CBI അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് ഇതുവരെ തുറന്ന് സമ്മതിക്കുന്ന ഒരു പ്രതികരണം കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം, കോടികളുടെ അഴിമതി നടന്ന വിഷയം, അവിടെയാണ് 10 വർഷം മുമ്പ് കോൺഗ്രസ് തന്നെ സമ്മതിച്ച UPA കാലത്തെ അഴിമതിയാണ് ഞങ്ങളുടെ പരാജയത്തിനിടയാക്കുന്നത്. അവർ തന്നെ സമ്മതിച്ച കാര്യം വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല പാർലമെൻറ്റിൽ. ഇവരുടെ കാലത്ത് മുൻപ് നടന്ന അഴിമതിയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് മറുപടിയില്ല. അത് മറുപടി പറയുന്നതിന് പകരം കോൺഗ്രസിനെ പരാന്നഭോജി എന്ന് വിളിക്കുക. മോദിയേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രതിപക്ഷ നേതാവ്, 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച പ്രതിപക്ഷ നേതാവിനെ ബാലക് ബുദ്ധി എന്ന് പറഞ്ഞ് അപഹസിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞത് മറ്റേ ബയോളജിക്കൽ ജന്മമല്ല എന്ന് പറഞ്ഞു. അതേ മറ്റുള്ള കാര്യമാണ് പെരുന്നാൾ സമയത്ത് ഗാസയിൽ യുദ്ധം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹുവിനെ വിളിച്ചു പറഞ്ഞ് നിർത്തിക്കുകയായിരുന്നു എന്നാണെന്ന് പറഞ്ഞത്. RSകാർക്കും BJPക്കാർക്കും രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൈയിടുന്നിരുന്നു. നോക്കൂ, ഇന്നലെ എങ്ങനെയാണ് സ്പീക്കർ പെരുമാറുന്നത് എന്ന് രാഹുൽ ചിത്രങ്ങൾ സഹിതമൊക്കെ പിന്നെ ആ വാർത്ത വന്നല്ലോ. തനിക്ക് കൈ തന്നപ്പോൾ നിവർന്നു നിന്നും, മോദിക്ക് കൈ തന്നപ്പോൾ കുനിഞ്ഞു നിന്നും. ഇന്ന് പാർലമെന്റിൽ തന്നെ മോദി സംസാരിക്കുന്ന ഘട്ടത്തിൽ സ്പീക്കറുടെ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ചെയറിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഒന്ന് ഇളകും, ഇരിക്കാൻ പറ്റുന്നില്ല ആ ബഹുമാനം കൊണ്ട്. ഇങ്ങനെ ഒന്ന് ഇളകി നിൽക്കുക, ഓരോ കാര്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ചെയറിനെ അഭിസംബോധന, ഓരോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊന്തും. എന്തൊരു
ആ മുഖത്തുള്ള ആ ഒരു ഭാവം എന്ന് പറയുന്നത് വിധേയത്വം, മുഖത്തെ വിധേയത്വം. ഇടപെടുകയല്ല, ഈ ആവേശം എന്നുള്ള സിനിമയില് മറ്റേ ഫഹദ് ഫാസിൽ പാട്ടില്ലേ, ആ പാട്ടില് അതെ ആ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ ഈ വിടർന്ന ഒരു മുഖവുമായി ഇരിക്കും, അങ്ങനെ ഒരു അതല്ലേ ആ ഭാവം, വിധേയത്വത്തിന്റെ ഭാവമാണ്. ആ ഭാവത്തിന് മാറ്റാൻ പറ്റുന്നില്ല. അതേസമയം പ്രതിപക്ഷം പറയുമ്പോൾ മുഖം കടുപ്പിക്കുന്ന കാണാമായിരുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, മുഖം കടുപ്പിക്കുക മാത്രമല്ല, ഇത് മോദിക്ക് വേണ്ടി രാഹുൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ 14 കട്ട് ചെയ്ത് കളഞ്ഞല്ലോ അല്ലേ. മുൻപ് കഴിഞ്ഞ പാർലമെന്റ് സമയത്ത് അദാനിക്കെതിരെ പറഞ്ഞെടുത്ത് 18 ഭാഗങ്ങളാണ് എടുത്തു കളഞ്ഞത്. അപ്പോൾ ഇന്നലെ മുഹമ്മദ് മൈത്ര പറഞ്ഞു, ഒന്ന് കേട്ടിട്ട് പോകൂ, പ്രതിപക്ഷം പറയുന്നൊന്ന് കേട്ടു. മുഹമ്മദ് മൈത്ര പറഞ്ഞു ഇന്നലെ ഓർക്കുന്നില്ലേ. അപ്പോൾ പ്രതിപക്ഷത്തിന് പറയുന്നതിന് കൃത്യമായി അതിന് മറുപടി പറയാൻ പറ്റും. ഇന്നിപ്പോൾ കശ്മീരിനെ 370 എടുത്ത് മാറ്റിയതിനെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. ഈ അഭിമാനത്തോടു കൂടി എന്താണ് കശ്മീരിൽ മത്സരിക്കായിരുന്നത്? എന്താണ് ധൈര്യമില്ലാതിരുന്നത്? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അഴിമതിയുടെ കാര്യത്തിൽ സീറോ ടോളറൻസ്. ഇന്ത്യ കണ്ട ഏറ്റവും സംഘടിതമായ അഴിമതി എന്താണ്? ഇലക്ട്രൽ ബോണ്ട്. അവിടെ റെയ്ഡ് നടക്കുന്നു, സ്ഥാപനങ്ങൾ BJPക്ക് ഫണ്ട് നൽകുന്നു, കേസില്ലാതാവുന്നു. ഇത്തരത്തിലുള്ള പിടിച്ചുപറി നിയമവിധേയമായി നടപ്പാക്കാൻ ശ്രമിച്ച നേതാവാണ് ഇവിടെ അഴിമതിയെക്കുറിച്ച് പറയുന്നത്. അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ചല്ലാതെ ഒരു വിഷയത്തെ നേരിടാൻ മോദിക്ക് കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇന്നിപ്പോൾ പറഞ്ഞ മറ്റ് ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കളവുകൾ. നെഹ്റു അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പിന്നെ ജഗ്ജീവൻ റാം പ്രധാനമന്ത്രി ആകാതിരിക്കാൻ ശ്രമിച്ചു. സീതാറാം കേസരിയോട് കാണിച്ചത് മോശം. സീതാറാം കേസരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴും എന്താ പറയുക, ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരണമെന്നുകൊണ്ട് സോണിയാഗാന്ധി അന്ന് വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പിന്നാക്കം പോയത്. പിന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ജാതി സംവരണത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഒരു ദളിത് നേതാവാണെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ജാതി സംവരണത്തെക്കുറിച്ച് പ്രതിപക്ഷം ശക്തമായി പറയുമ്പോൾ, കോൺഗ്രസ് ശക്തമായി പറയുമ്പോഴാണ് അതിനെ തള്ളാൻ വേണ്ടി അംബേദ്കറിനെയൊക്കെ എടുത്തു പറയുന്നത്. അംബേദ്കർ കോൺഗ്രസ്സേ ആയിരുന്നില്ല എന്ന യാഥാർത്ഥ്യം അവിടെ ഉണ്ടല്ലോ. ഗാന്ധിയെ വരെ അംബേദ്കർ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നെഹ്റു ഒതുക്കുകയല്ല. നെഹ്റു ചെയ്ത് അദ്ദേഹത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനാക്കുകയാണ്. നെഹ്റുവിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒതുക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന് ഈ ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. ഹിന്ദു വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുന്ന നിയമത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അദ്ദേഹം ഇറങ്ങിയത്. പിന്നെ മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. ഇതൊക്കെ ഇത്രയും കളവ് ഇന്ന് പാർലമെൻറ്റിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവ് കളവ് പറയുന്നു എന്ന് പറയുന്നത്. ചരിത്രം അറിയാത്തവരെ ഇനിയും വിഡ്ഢികളാക്കാൻ പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ മാറ്റിയാൽ മാത്രം പോരാ. ഇത് അറിയുന്ന ആളുകൾ ഇത് വിളിച്ചു പറയും. ഇനിയാവുന്ന പാർലമെൻറ്റിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ എന്താ പറയുക, പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ബാലക് ബുദ്ധി എന്ന് വിളിച്ചു, നാളെ പറയാനുള്ള പേര് കണ്ടുപിടിച്ച് വരേണ്ടി വരും. ഈ ദിവസങ്ങളിൽ ഇനി കാര്യങ്ങൾ പഠിച്ച് പ്രതിപക്ഷം അതിശക്തമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാ ദിവസവും ഈ പ്രതിപക്ഷത്തെ അപഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത്ര എളുപ്പമായിരിക്കില്ല. എല്ലാത്തിനുമുപരി പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പിറ്റേ ദിവസം പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് 2.25 മിനിറ്റ് എടുത്താണെങ്കിൽ, അല്ല, ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് എടുത്താണെങ്കിലും മറുപടി പറയേണ്ടി വന്നു. പ്രധാനമന്ത്രിയുടേത് നല്ല മറുപടിയാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായും നല്ല മറുപടിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ശരശയിൽ കിടക്കുമ്പോൾ ഈ തളർന്നുപോയ പോരാളിയുടെ ഒരു പിടച്ചിലുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയിൽ കണ്ടത് എന്നതാണ് എൻ്റെ ടേക്ക്. ലക്ഷ്യം തെറ്റിപ്പോയൊരു വില്ലാളി. അതല്ലെങ്കിൽ എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡിഗ്രി പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതാൻ വരുമ്പോൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള കുട്ടിക്കഥ പഠിച്ചിട്ട് വന്ന ഒരു പരീക്ഷാർത്ഥിയുടെ അവസ്ഥയായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിക്ക്. എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എൻ്റെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് 7ാം ക്ലാസ്സിലെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പാഠപുസ്തകത്തിലെ ഒരു കുട്ടിക്കഥയുമായി വന്ന് മറുപടി പറയുന്ന പ്രധാനമന്ത്രിയുടെ അവസ്ഥയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മാറിയത് എന്നത് എനിക്ക് സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെയായിരുന്നില്ല. പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെങ്കിലും കുറച്ച് ഹോംവർക്ക് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തീരെ ഗൃഹപാഠം ചെയ്യാതെ വന്നൊരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ഞാനത് വിശദീകരിക്കാം. അതിനു മുമ്പ് അതിന് പ്രതിരോധത്തിന് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച രീതിയോ അഡ്ഹോമിനം, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അതൊരു ഫാലസിയാണ്. ഈ ഫാലസിയുടെ പേര് അഡ്ഹോമിനം എന്നാണ്. ഉദാഹരണത്തിന് എനിക്ക് സുജയോട് തർക്കിച്ച് നിൽക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഉടനെ സുജയുടെ മറ്റെന്തെങ്കിലും പേരുകൾ വിളിക്കുക, മറ്റേതെങ്കിലും തരത്തിൽ ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്മൃതിയെ കളിയാക്കുക. അതിനെയാണ് നമ്മൾ അഡ്ഹോമിനം ഫാലസി എന്ന് പറയുന്നത്. എന്താണ് ഇന്ന് ഉപയോഗിച്ച അഡ്ഹോമിനം ഫാലസി? ബാലബുദ്ധിയാണ്, പിള്ളബുദ്ധിയാണ് എന്നുള്ളതാണ്. എന്താണെന്നറിയാമോ അത് പ്രയോഗിക്കുന്ന രീതി? നിങ്ങളൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിൽ ഈ
മുതിർന്ന സ്ത്രീകളെ ഈ അവരുടെ മക്കൾ പറയും അമ്മ ഒരു കുട്ടിയാ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലൂടെ വരുത്താൻ ശ്രമിക്കുന്നത് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്ത ഒരു ഇൻഫൻറ്റാണ് നീ ഒരു പൗരനല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. നീ വെറും ഒരു പ്രജ മാത്രമാണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതിനെ പറയുന്ന പേര് ഇൻഫാൻറ്റിനൈസേഷൻ എന്നാണ്, എന്ന് പറഞ്ഞാൽ ശിശുവൽക്കരണം എന്നാണ് പറയുക. ആ അഡ്ഹോമിനുമാണ് ഇന്ന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നരേന്ദ്രമോദി ഉപയോഗിച്ചത്. നീ പറഞ്ഞത് നീ ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ നീ വെറും കുട്ടിയാണ് എന്ന് പറയുന്ന പദപ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നരേന്ദ്രമോദി നടത്തിയത്. അത്യന്തം ഖേദകരമാണ്. അഡ്ഹോമിനം ഫാലസി. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഉള്ളടക്കത്തിലേക്ക് വന്നാൽ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളിൽ പലതും പതിരായിരുന്നു എന്നതാണ് വാസ്തവം. നമുക്ക് തുടങ്ങാം ഓരോ ഭാഗങ്ങളിൽ. ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യത്തിന് മറുപടി കേൾക്കാനാണല്ലോ നമ്മൾ ഇന്ന് 2.25 മണിക്കൂർ ആ പ്രസംഗം കേട്ടത്. അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു തുടങ്ങിയിടത്ത് നിന്ന് നമ്മൾ വരികയാണെങ്കിൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തെ അധിക്ഷേപിച്ചുവെന്നും അതിനുവേണ്ടി മറുപടി പറയാൻ കണ്ടെത്തുന്നതാവട്ടെ ഉദയനിധി സ്റ്റാലിൻ ഉപയോഗിച്ചിരിക്കുന്ന അന്ന് ഡെങ്കിയും മലേറിയ തുടങ്ങിയ പദപ്രയോഗങ്ങളാണ് ഉപയോഗിച്ച് അത് രാഹുൽ ഗാന്ധിയുടെ മറുപടിയായിട്ട്, രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയായിട്ട് ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശത്തെ പിടിക്കേണ്ടി വന്ന ഗതികേടിലായി. ഒന്ന്. രണ്ടാമത് പ്രധാനമന്ത്രി പറഞ്ഞു ദൈവങ്ങൾ പ്രദർശനത്തിനുള്ളതല്ല ദർശനത്തിനുള്ളതാണ് ദൈവങ്ങൾ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് ഉള്ളിലൊരു ചിരി വരും. കാരണം ഈ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ചെങ്കോൽ സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഒരു റിയാലിറ്റി ഷോ, അയോധ്യയിൽ ബാബറി മസ്ജിദ് ക്ഷേത്രം പണിതീരാതെ ചോർച്ചയുള്ള സ്ഥലത്ത് രാംലല്ലയെ കൊണ്ടുപോയി പ്രാണപ്രതിഷ്ഠ നടത്തിയ റിയാലിറ്റി ഷോ നടത്തിയ പ്രധാനമന്ത്രി തന്നെ വന്നിരുന്നു പറയുന്നു ദൈവം എന്നുള്ളത് പ്രദർശനത്തിനുള്ളതല്ല ദർശനത്തിനുള്ളതാണെന്ന്. ആ മറുപടിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികച്ചും പതിരായ അബദ്ധജടിലമായ വസ്തുതയ്ക്ക് നിരക്കാത്ത യാഥാർത്ഥ്യമായിരുന്നു. ഇനി എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചത്? കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ പല മതസാരവും ഏകമാണ്, ഒരൊറ്റ മതത്തിൻ്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്. ജയ് ശ്രീറാം വിളി കേട്ടപ്പോൾ പാർലമെൻറ്റിൽ ആർക്കും അസ്വസ്ഥതയുണ്ടായില്ലല്ലോ. ഈ ചെങ്കോൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സന്യാസി വര്യന്മാരെ ആ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു സ്പീക്കറും അതിനെ തടഞ്ഞില്ലല്ലോ, ഒരു പ്രധാനമന്ത്രിക്കും അസ്വസ്ഥനാവാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷേ ഇവിടെ മുസ്ലിമിൻ്റെ, മഹാവീരൻ്റെ, ബുദ്ധൻ്റെ, ശിവൻ്റെ പല വ്യത്യസ്ത ചിത്രങ്ങൾ എടുത്തുകൊണ്ട് പറയുന്നു. ഈ അഭയമുദ്രയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടാവുന്നു. അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നു. അതുകൊണ്ട് ഇന്നലെ ഹിന്ദുമത വിഭാഗത്തെ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചു എന്ന് പറഞ്ഞത് വസ്തുതയ്ക്ക് നിരക്കാത്തതായിരുന്നു. അതുകൊണ്ടാണ് അത് പ്രധാനമായിട്ടൊരു ടേക്കായിട്ട് പോലും പ്രധാനമന്ത്രി ഇന്ന് ഉന്നയിച്ചില്ല. അത് 7 മിനിറ്റിൽ താഴെ അത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അത് ഉദയനിധി സ്റ്റാലിനെ പിടിച്ചുകൊണ്ടാണ് ആ വാദത്തിനുള്ള കൗണ്ടർ എടുത്തത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇനി രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഡീമോണിറ്റൈസേഷൻ. അതാണ് ഇന്നലെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഡീമോണിറ്റൈസേഷൻ സമയത്ത് 2016 നവംബർ മാസം 8-ാം തീയതി പരമാത്മാവിൽ നിന്ന് നരേന്ദ്രമോദിയുടെ ആത്മാവിലേക്ക് ഒരു വിനിമയം ഉണ്ടാവുകയും ആ ആശയവിനിമയത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ഡീമോണിറ്റൈസേഷൻ നടപ്പാക്കിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നിട്ട് കൂടെ ഒന്നുകൂടി പറഞ്ഞായിരുന്നേ, 1 മാസം കൊണ്ട് 82 പേര് ഡീമോണിറ്റൈസേഷൻ്റെ പേരിൽ ഈ രാജ്യത്ത് മരിച്ചു വീണു. ഇന്ന് പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞോ ഡീമോണിറ്റൈസേഷൻ്റെ ഭാഗമായി നമ്മുടെ ബാങ്കിൽ എത്താതെ പോയ കള്ളപ്പണത്തെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട നടപടികളെക്കുറിച്ച്? അതിന് മറുപടി പറഞ്ഞെന്തറിയോ? അതുകൊണ്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ് കൂടിയെന്നാണ്. ഒരു ദിവസം ശരാശരി 20-22 കർഷകർ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിൽ, ATM-ൽ പോയി പണമെടുക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടുള്ളൊരു നാട്ടിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് കൂടിയെന്നാണ്. കൂടി സാർ, പേടിഎമ്മിൻ്റെ ആസ്തി കൂടി. അതാണ് ഡീമോണിറ്റൈസേഷൻ സംഭവിച്ച പിറ്റേ ദിവസം മുതൽ സംഭവിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ശരിയാണ്, ഡിജിറ്റൽ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അതിനുള്ള ഒരു നടപടി ആയിരുന്നില്ല ഡീമോണിറ്റൈസേഷൻ. അതിനും രാഹുൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. രാഹുൽ ചോദിക്കുന്നു ഡീമോണിറ്റൈസേഷൻ നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലേ? അപ്പോൾ ഇവിടെ മറുപടി പറയുന്നു ഡിജിറ്റൽ പേയ്മെന്റ് കൊണ്ടുവന്നില്ലേ? എന്നിട്ട് കുട്ടിക്കഥ പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കാണുന്നു. വീണ്ടും രാഹുൽ ഗാന്ധി ചോദിച്ച മറ്റൊരു വസ്തുതാപരമായ ചോദ്യമായിരുന്നു അഗ്നിവീറുമായി ബന്ധപ്പെട്ട ചോദ്യം. 7-8 കാര്യങ്ങൾ അഗ്നിവീറുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സഭയിൽ ഇന്നലെ സമർത്ഥിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ജവാന്മാരെ നിങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ? ഇത് രാഹുൽ ഗാന്ധി യൂസ് ആൻഡ് ത്രോ അല്ലേ? 2 തരത്തിലുള്ള ജവാന്മാരെ നിങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ക്ഷണിക്കുന്നു. ഇത് രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ BJP MP ആയ ജുവൽ ഓറം അധ്യക്ഷനായ സമിതി 2024 ഫെബ്രുവരി മാസത്തിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു അഗ്നിവീറുകൾക്ക് സാധാരണ ഭടന്മാരുടെ, സാധാരണ സേനാ വിഭാഗത്തിൻ്റെ അതേ പദവി കൊടുക്കേണ്ടതുണ്ട്, അതേ പ്രധാനപ്പെട്ട കോമ്പൻസേഷനുകൾ കൊടുക്കേണ്ടതുണ്ട്, സർവീസ് ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് പറയുന്നത് BJPയുടെ MP-യുടെ പാനലാണ്. ആ വിഷയമാണ് ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. യൂസ് ആൻഡ് ത്രോ ആണ്. കാരണം ആകെ അബ്സോർബ് ചെയ്യുന്നത് 25%, ബാക്കി 75% ആളുകളും
71 വയസ്സിന് ശേഷം പുറത്ത് തൊഴിലില്ലാതെ അലയേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുന്നു. അവർക്ക് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ മുഖത്ത് നോക്കി വിളിക്കുന്നു, നിങ്ങൾ കള്ളം പറയുന്നയാളാണ് എന്ന് പറയുന്നത് എത്രമാത്രം വസ്തുതാവിരുദ്ധമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നീറ്റ് വിഷയമാണ്. 24 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ 2.5 കോടിയോളം സമൂഹത്തിൻ്റെ ആശങ്കയും പ്രതീക്ഷയും ഒക്കെയായിരുന്ന ഈ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഏറെ നാളത്തെ മൗനത്തിനു ശേഷം പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? നടപടി എടുത്തു തുടങ്ങിയിരിക്കുന്നുവെന്നാണ്. ഇന്ന് രാജ്യസഭയിൽ ഒരു പ്രസംഗം നടന്നു. ആ രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത് NTA പിരിച്ചുവിടണമെന്നാണ്. NTAയുടെ പേര് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നതല്ല എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ 2 പ്രീമിയർ ലീഗ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ്, നമ്മുടെ ക്രിക്കറ്റിൻ്റെ പ്രീമിയർ ലീഗ്. രണ്ടാമത്തെ ഒരു ലീഗുണ്ട്, ഇന്ത്യൻ പേപ്പർ ലീഗ് എന്നാണ്. അതാണ് ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞ പ്രസംഗത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടണം എന്നതാണ് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമന്ത്രി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലപ്പത്ത് നിന്ന് പ്രതീഷ് കുമാറിനെ മാറ്റുമ്പോൾ അതിലൊരു മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി അതിന് പറഞ്ഞ മറുപടി എന്താ? നടപടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ മറുപടിയിൽ കാര്യങ്ങൾ ഒതുക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമന്ത്രി. അതിനും വ്യക്തമായ മറുപടി കിട്ടിയില്ല. ഇനി ചോദിച്ചു രാഹുൽ ഗാന്ധി ഈ അയോധ്യ വിഷയം അടക്കം ചോദിച്ചു. അയോധ്യ വിഷയത്തിന് മറുപടിയിൽ അയോധ്യ എന്ന വാക്കും മിണ്ടിയിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നോ? അയോധ്യ എന്ന വാക്കോ ശ്രീറാം എന്ന വാക്കോ ഇന്ന് പ്രധാനമന്ത്രി സഭയിൽ പറഞ്ഞിട്ടില്ല. മണിപ്പൂരിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇന്ന് പ്രതിപക്ഷം 2.25 മണിക്കൂർ ഉയർത്തിയ മുദ്രാവാക്യം മണിപ്പൂർ ന്യായ എവിടെ, മണിപ്പൂരിൻ്റെ നീതി എവിടെ എന്നുള്ള ചോദ്യങ്ങളിൽ ഒരു തവണ പോലും മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചില്ല. 200 മനുഷ്യരാണ് ആ മണിപ്പൂരിൽ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. 60,000-ത്തിലധികം കുടുംബങ്ങളാണ് അവിടെ നിരായുധരാക്കപ്പെട്ടു പോയത്. ആ 60,000-ത്തോളം ആളുകളെന്ന് പറയുമ്പോൾ മണിപ്പൂരിലെ ഇന്നർ മണിപ്പൂരിൻ്റെ MP ബിമോൽ അഖോയ്ജി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം അർദ്ധരാത്രിയിലാണ് ഇന്നലെ ആ പ്രസംഗം നടത്തുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വടക്ക് കിഴക്കൻ മനുഷ്യരുടെ മണിപ്പൂരിൻ്റെ അവസ്ഥ എന്നതുപോലെ സഭയിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ അവസാനത്തെ സമയമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ബിമോൽ അഖോയ്ജി നടത്തുന്ന പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഓരോ സ്ക്വയർ കിലോമീറ്ററിലും ഈ CRPF-നെയും സൈന്യത്തെയും വിന്യസിച്ചിരിക്കുന്ന മണിപ്പൂരിൽ 60,000-ത്തോളം ആളുകൾ വീടിന് പുറത്ത് അഭയാർത്ഥികളായി കഴിയുകയാണ്. 7,000-ത്തോളം മനുഷ്യരുടെ കുടുംബം പൂർണ്ണമായും അവിടെ നിന്ന് പറിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. 400-ഓളം പള്ളികൾ പൊളിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. 200-ഓളം സ്ത്രീകളും പുരുഷന്മാരും കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 50-ഓളം വരുന്ന സ്ത്രീകൾ ബലാത്കാരത്തിന് വിധേയമായിരിക്കുകയാണ്. ഈ പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞോ? ഒരു വാക്കുപോലും പ്രധാനമന്ത്രി സഭയിൽ പറയാതെ പോയി എന്നതാണ് ഏറെ ഖേദകരമായ കാര്യം. വീണ്ടും രാഹുൽ ഗാന്ധി GSTയെ കുറിച്ച് ചോദിക്കുന്നു, കർഷകരെ കുറിച്ച് ചോദിക്കുന്നു. നരേന്ദ്രമോദിക്കൊന്നും മറുപടി ഉണ്ടല്ല, ഒരു വാക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയാതെ പോയ വാക്കുകളിലൊന്ന് കർഷകരെ കുറിച്ചുള്ളതാണ്. പകരം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പോയി, മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് കോൺഗ്രസ് കള്ളം പറയുന്നുവെന്ന്. പ്രേക്ഷകരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. 2014 BJPയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനം എന്താണെന്നറിയാമോ? സ്വാമിനാഥൻ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 50% മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ കർഷകർക്ക് കൊടുക്കണം. അവരുടെ കോസ്റ്റിൻ്റെ ആവറേജ് കോസ്റ്റ്, വെയിറ്റ് ചെയ്തിരിക്കുന്ന ആവറേജ് കോസ്റ്റിൻ്റെ 50% കർഷകർക്ക് കൊടുക്കണമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന BJP ഇപ്പോൾ എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് പറയുന്നത്? അതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ കർഷകരെ പറ്റിച്ചില്ലേ? പറ്റിച്ചു. 2011 ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, MS സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതേ നരേന്ദ്രമോദി പറയുന്നത് 50% മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം. ഒടുവിൽ ആ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ MSPയെ മറന്നുപോയതെന്തേ? ഈ ചോദ്യത്തിനും ഇന്ന് സഭയിൽ പ്രധാനമന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഡിമോണിറ്റൈസേഷനിൽ മറുപടിയില്ല, അയോധ്യയിൽ മറുപടിയില്ല, നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ മറുപടിയില്ല, GSTയുടെ കാര്യത്തിൽ മറുപടിയില്ല, ഹിന്ദു മുസ്ലിം മൈത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കാര്യത്തിൽ മറുപടിയില്ല, പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ അരാജകത്വം സൃഷ്ടിക്കുകയാണത്രേ. അതാണ് പ്രധാനമന്ത്രി പറയുന്ന മറ്റൊരു വാചകം. എന്താണ് ഈ രാജ്യം കണ്ടത്? പൗരത്വത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ മറുപടികളാണ് നമ്മൾ കേട്ടത്? അത് ഈ രാജ്യം ഒരുമിച്ച് നിന്ന് എതിർത്തതല്ലേ? പൗരത്വത്തിൽ ആദ്യമായി മതം കലർത്തിയതല്ലേ നിങ്ങൾ? ഈ ചോദ്യത്തിന് മറുപടി ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞോ? ഇല്ല. സംവരണത്തിൻ്റെ കാര്യത്തിൽ അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സംവരണത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് കള്ളം പറഞ്ഞു എന്നാണ്. എന്താണ് അതിനെ കോട്ട് ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അംബേദ്കർ രാജിവെച്ചതിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, അംബേദ്കർ രാജിവെച്ചിരുന്നു 1981. ഏത് അംബേദ്കർ രാജിവെക്കുമ്പോൾ, നിയമമന്ത്രി എന്ന നിലയിൽ രാജിവെക്കുമ്പോൾ അംബേദ്കർ പ്രധാനമായും 4 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ട് നെഹ്റുവുമായിട്ട് വിയോജിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഹിന്ദു കോഡ്
കോഡ് ബില്ല്, ആ ഹിന്ദു കോഡ് ബില്ല് നെഹ്റുവും അംബേദ്കറും ഒരുമിച്ചിരുന്ന് എഴുതിയ ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാൻ കഴിയാതെ ദുഃഖിതനായ അംബേദ്കർ പടിയിറങ്ങുമ്പോൾ ആ ഹിന്ദു കോഡ് ബില്ല് നടപ്പാക്കരുതെന്ന് തട്ടഹസിച്ചുകൊണ്ട് രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ സംഘപരിവാറിന് നേതൃത്വം നൽകിയ കർപ്പാത്രി മഹാരാജ് എന്ന് പറയുന്ന അന്നത്തെ ഒരു RSS സൈദ്ധാന്തികനും പുരോഹിതനും ഈ അംബേദ്കറിനെ നോക്കി വിളിച്ച വാചകം, നിങ്ങളൊരു ദളിതനാണ്, ഒരു ദളിതന് ബ്രാഹ്മണന്റെ നിയമ സംവിധാനത്തിൽ ഇടപെടാൻ ശേഷിയില്ല, കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അംബേദ്കറിനെ കുറിച്ച് നരേന്ദ്രമോദിക്ക് പറയാൻ എന്ത് അധികാരം എന്നതാണ് ഇന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. അപ്പോൾ അംബേദ്കറും നെഹ്റുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നില്ലത്, ശരിയാണ്. പിന്നീട് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുന്നുണ്ട്, അതിനുശേഷം വീണ്ടും അംബേദ്കർ തിരിച്ച് ജയിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട് 2017 മോഹൻ വൈദ്യ അടക്കമുള്ള ആളുകൾ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അടുത്താണല്ലോ മോഹൻ ഭഗവത് നിലപാട് മാറ്റിയത്. OBC കാര്യത്തിൽ വോട്ട് നഷ്ടപ്പെടുമെന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തതല്ലേ, സംവരണം കൊണ്ടുവരുന്ന സമയത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനോടുള്ള RSSന്റെ നിലപാടെന്തായിരുന്നു? അവിടെയും കോൺഗ്രസിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ഒരുപക്ഷെ വേണ്ടത്ര ഗൃഹപാഠം ചെയ്യാതെ പോയ ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ ആവർത്തിക്കുന്നു, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡിഗ്രി പരീക്ഷ എഴുതാൻ 7ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം പഠിച്ചിട്ട് വന്ന വിദ്യാർത്ഥിയുടെ അവസ്ഥയായിരുന്നു. ഡിമോട്ടിസേഷൻ ചോദിക്കുമ്പോൾ കുട്ടിക്കഥ പറയുക, സൈക്കിളിൽ നിന്ന് വീണ കഥ പറയുക, അവിടെ നിന്ന് ചിരിച്ച ആൾക്കാരുടെ കഥ പറയുക, അങ്ങനെ അത്യന്തം വളരെ നിർഭാഗ്യകരമായ ഒരു പ്രസംഗമാണ് ഇന്ന് പാർലമെൻറ്റിൽ നമ്മൾ കണ്ടത്. ആ പ്രസംഗം ശരശയ്യയിലെ ഒരു പോരാളിയുടെ, തളർന്നുപോയ പോരാളിയുടെ പിടച്ചിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സുജയ, തുടർച്ചയായി തോൽക്കുന്നവരുടെ വിഷമമൊക്കെ മനസ്സിലാകും. അങ്ങനെയുള്ളവർ കുറേ പൊട്ടിത്തെറിക്കും. അങ്ങനെയുള്ള ഒരു പൊട്ടിത്തെറി 1 മണിക്കൂർ 40 മിനിറ്റ് നേരം നമ്മൾ പാർലമെൻറ്റിൽ ഇന്നലെ കണ്ടു. അപ്പോൾ സമാനമായ ഒരു പൊട്ടിത്തെറി കഴിഞ്ഞ 40 മിനിറ്റായി കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തോൽക്കുന്നവർക്ക്, അതായത് 3ാം വട്ടവും പ്രതിപക്ഷത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇരുന്ന് ഗർജിക്കുന്നത് പ്രതിപക്ഷത്തിരുന്നാണ്. പ്രധാനമന്ത്രി കസേരയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയാത്തതിലെ അദ്ദേഹത്തിൻ്റെ വിഷമം, പ്രതിപക്ഷ നിരയിലുള്ളവരുടെ വിഷമം, അതൊക്കെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ നടുത്തളത്തിലേക്ക് ഇറങ്ങിയുള്ള ബഹളത്തെയും ഒക്കെ ആ രീതിയിലാണ് ഞാൻ എന്ന് നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്ററി മര്യാദയോടുകൂടി ആയിരിക്കും പ്രതിപക്ഷത്തോടുള്ള സമീപനം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയും ടീമും അത് ഇന്നലെ പൂർണ്ണമായും പാലിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സംസാരിച്ച 90 മിനിറ്റ് നേരവും അവിടെ ആരും അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ല. അതിനുശേഷം അദ്ദേഹം തുടർന്നപ്പോഴും തടസ്സപ്പെടുത്താൻ ആരും ശ്രമിച്ചില്ല. സ്പീക്കർ അക്കാര്യം ഇന്ന് എടുത്തു പറയുകയും ചെയ്തു. അതായത് പ്രതിപക്ഷ നിരയിലെ എല്ലാ നേതാക്കൾക്കും സംസാരിക്കാനുള്ള അവസരം വന്നപ്പോൾ അവരെ ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്ന ഒരു സമീപനം ഭരണപക്ഷ നിരയിലെ വ്യക്തികളിൽ നിന്ന്, ആരിൽ നിന്നും, ഒരു MP യിൽ നിന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്നെന്തായിരുന്നു അവസ്ഥ? രാജ്യം കണ്ടു കഴിഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ ഒരു വിറളി പൂണ്ടുള്ള പ്രകടനം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4:02 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോഴാണ് ലോക്സഭയിലേക്ക് നടന്നു കയറി വരുന്നത്. അപ്പോൾ മുതൽ തന്നെ ബഹളമാണ്. മനോജ് തിവാരി അപ്പോൾ സംസാരിക്കുകയായിരുന്നു. BJPയുടെ ഡൽഹിയിൽ നിന്നുള്ള MP മനോജ് തിവാരി സംസാരിക്കുകയായിരുന്നു. നരേന്ദ്രമോദി നടന്നു വരുമ്പോഴേക്കും ഒരു ഭാഗത്ത് മോദി ഒബ്വിയസ്ലി അത് ഉണ്ടാകുമല്ലോ. രാജ്യത്തിന് പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ ഭരണപക്ഷ നിരയിലുള്ളവർ 3ാം തവണയും വിജയം നേടിയ NDAയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ, പ്രധാനമന്ത്രി പദത്തിലേക്ക് 3ാം തവണയും വരുന്ന നരേന്ദ്രമോദി വരുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാകും. ആ ചാൻസ് ഉണ്ടാകുന്നു. മനോജ് തിവാരി അവിടെ സംസാരിക്കുന്നു. 4:10 ആകുമ്പോഴേക്കാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നതിനായി എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ മുതൽ തുടങ്ങിയ ബഹളമാണ് പ്രതിപക്ഷത്തിൻ്റേത്. അതായത് ഒരാൾ പറയുന്ന മറുപടി എന്താണ്? കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അത് പൂർണ്ണമായും കേട്ടിരിക്കുകയും അതിനിടയിൽ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാചകം വന്നപ്പോഴാണ് നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നത്. അതിനുശേഷം അതുപോലെയുള്ള വിഷയങ്ങളിൽ മാത്രം എഴുന്നേറ്റ് നിൽക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതല്ലാതെ രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ബഹളം വെച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഒരു സമീപനം ഭരണപക്ഷ നിരയിൽ നിന്ന് ഇന്നലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി കൈകെട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നിലുള്ളവർ കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ. പിന്നിലുള്ളവർ നന്നായി ബഹളം വയ്ക്കുന്നുണ്ട്, നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്, അതെല്ലാം നടക്കുന്നുണ്ട്. പ്രതിപക്ഷം നരേന്ദ്രമോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ബഹളം വെച്ചപ്പോഴാണ് സ്പീക്കർ ഇടപെട്ടത്. 4:12 2 മിനിറ്റ് ആ ബഹളം മാത്രമാണ് ലോക്സഭയിൽ നമ്മൾ കേൾക്കുന്നത്. 4:12 മുതലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു തുടങ്ങുന്നത്. 6:25 വരെ അദ്ദേഹം സംസാരിച്ചു. 2.25 മണിക്കൂറോളം സമയം. ഇതിൽ സ്പീക്കറെ നോക്കിയാണ് ആദ്യ ഭാഗങ്ങളിലെല്ലാം നരേന്ദ്രമോദി സംസാരിക്കുന്നത്, പ്രതിപക്ഷ ബെഞ്ചിലേക്ക് നോക്കിക്കൊണ്ടല്ല. മറുഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ ബഹളം നമുക്ക് കേൾക്കാം. ഓരോ വാചകവും മുഴങ്ങുമ്പോൾ ഓരോ വാചകത്തിനും ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എന്ത് പ്രതിപക്ഷ മര്യാദയാണ്? ഇങ്ങനെയാണോ ഒരു ലോക്സഭയിൽ ബിഹേവ് ചെയ്യാൻ പഠിക്കണം? ഒരു പാർലമെന്റ് ആകുമ്പോൾ ആ പാർലമെന്റിൽ നന്നായി ബിഹേവ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെയാണ് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഓപ്പോസിഷൻ ആകുന്നത്. അല്ലാതെ കൂവി തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷമാകരുത് എന്ന് രാഹുൽ ഗാന്ധിയും ടീമും പ്രതിപക്ഷത്തിരിക്കാനായിട്ടുള്ള കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച മാൻഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു പ്രതിപക്ഷ മര്യാദയുണ്ടല്ലോ.
സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴേക്കും ബഹളം വയ്ക്കാം, നിങ്ങൾക്ക് വിയോജിക്കാം, പക്ഷേ ആദ്യന്തം ബഹളം വയ്ക്കുക എന്ന് പറയുന്നതിൽ എവിടെയാണ് ആ മാനേഴ്സ് ഇരിക്കുന്നത്, എവിടെയാണ് ആ മര്യാദ ഇരിക്കുന്നത്? ഒരു മര്യാദയൊക്കെ വേണ്ട എല്ലാത്തിനും എന്ന് ചോദിച്ചു പോകുന്നത് അങ്ങനെയുള്ള ഘട്ടത്തിലാണ്. ഇനി ബാലക് ബുദ്ധി എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ ബാലക് ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ് സഹതാപം തേടാൻ ശ്രമിക്കുന്ന കുട്ടിയെ പോലെ ചൈൽഡിഷ് ബിഹേവിയർ രാഹുൽ ഗാന്ധിയുടേത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. 2018 പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോയി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന, ഹഗ് ചെയ്യുന്ന, അതും ഇന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല കെട്ടിപ്പിടിച്ചതിന് ശേഷം തിരികെ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ടൊന്ന് കണ്ണിറുക്കി കാണിച്ചില്ലേ? അങ്ങനെ കണ്ണിറുക്കുകയും കാണിച്ചു രാഹുൽ ഗാന്ധി. അതൊക്കെ അന്നേ പറഞ്ഞിരുന്നു ചൈൽഡിഷ് ബിഹേവിയർ ആണെന്ന്. ആദ്യമായിട്ടല്ല നരേന്ദ്രമോദി ബാലക് ബുദ്ധി എന്ന് വിളിക്കുന്നത്. അന്ന് ചൈൽഡിഷ് ബിഹേവിയർ ആണ് രാഹുൽ ഗാന്ധി കാണിച്ചതെന്ന് 2018 6 വർഷം മുൻപും പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി. ഒന്ന് ഓർത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നരേന്ദ്രമോദി മൂന്നാം ഊഴത്തിൽ മൂന്നാം വട്ടം അധികാരത്തിലെത്തുമ്പോൾ വർദ്ധിച്ച ആവേശത്തോടു കൂടി ആയിരിക്കും, അതായത് ഇതുവരെ കണ്ടതിനേക്കാൾ മികച്ച രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഈ സർക്കാർ രൂപീകരണ വേളയിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രവർത്തനത്തിനാണ് താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ വിളിക്കുകയും എംപിമാരോട് പറഞ്ഞത് എന്താണ്? ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെയല്ല, രാഹുൽ ഗാന്ധി സംസാരിച്ചതുപോലെയല്ല, നിങ്ങൾ ബിഹേവ് യുവർ സെൽഫ് എന്ന് കൃത്യമായി NDAയുടെ എംപിമാരോട് എല്ലാവരോടും പറഞ്ഞു. അതായത് ഈ ബഹളം വെക്കാൻ പോകുന്ന ഒരു കൂട്ടമാണ് ഇന്ന് സഭയിൽ താൻ കാണാൻ പോകുന്നത് എന്നുള്ളത് നരേന്ദ്രമോദിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ആഘോഷിക്കുന്നത് എന്താണ്? കോൺഗ്രസ് ആഘോഷിക്കുന്നത് തങ്ങൾക്ക് കിട്ടാത്ത ഒരു വിജയമാണ്. അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല, അത് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രതിപക്ഷ നിരയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന മട്ടിലാണ് അവരെ അവതരിപ്പിക്കുന്നതും. കാരണം അവർ പറയുന്നത് മാത്രമല്ല, അവരെ അവതരിപ്പിക്കുന്ന ആളുകളും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി വലിയ വിജയം നേടി 99 എന്ന് പറയുന്നത്, അതാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. 100-ൽ 99 അല്ല നിങ്ങൾക്ക് കിട്ടിയത്, 543-ൽ 99 ഇപ്പോൾ അത് 101 ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കൗണ്ടിംഗ് ഡേയിൽ 99 ആയിരുന്നു. അതിനുശേഷം വിമതനും അതിനുശേഷം ഒരു MLAയും കൂടി ചേരുമ്പോഴാണ് 101-ൽ എത്തുന്നത്. അപ്പോൾ 543-ൽ 99 കിട്ടിയവർ 100-ൽ 99 കിട്ടിയതുപോലെ ബഹളം വെക്കുമ്പോൾ, അതിന് കുറേ ആളുകൾ സ്തുതി പാടുമ്പോൾ, അതിൽ തമാശയെന്ന് കണ്ട് നമ്മൾ ഈ കളിയിലില്ല, കണ്ടു നിൽക്കാം എന്ന് സിനിമയിൽ പറയുന്നത് പോലെയുള്ള കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് ഇന്ന് ലോക്സഭാ സ്പീക്കർ പറഞ്ഞതിൻ്റെ തർജ്ജമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിപക്ഷ അംഗങ്ങൾക്കടക്കം സംസാരിക്കാൻ ആവശ്യത്തിന് സമയം നൽകി, ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല, ആവശ്യത്തിന് സമയം കൊടുത്തു, എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ സഭയെ അപമാനിക്കുന്നത് ശരിയല്ല. അനുവദിച്ച സമയം അത്രയും നിങ്ങൾ സംസാരിച്ചു, എന്നിട്ടും സഭാധ്യക്ഷൻ പറയുമ്പോൾ നിങ്ങൾ ഈ സംസാരം തടസ്സപ്പെടുത്തരുത് എന്ന് പലവട്ടം അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. അപ്പോഴും അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാതെ, ഇത്രയും പാരമ്പര്യമുള്ള, ഉണ്ണിസാർ പറഞ്ഞ വളരെ കൃത്യമാണ്, ഇത്രയും പാരമ്പര്യമുള്ള, ഇത്രയും തവണ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴാണ് ആ പ്രതിപക്ഷം ഒന്നടങ്കം ഈ ബഹളം വയ്ക്കുന്നത്. ഇത്രയും കാലം പാർലമെന്റിനെ കുറിച്ച് ശരിയാണ്, BJP അധികാരത്തിൽ നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ടെന്യൂർ അടക്കം 16 വർഷമേ ഉണ്ടായിട്ടുള്ളൂ. ആ പാർട്ടിക്കും അത്രയും പഴക്കമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പഴക്കമുള്ള, ഇത്രയും കാലം പാർലമെന്റിൽ ഇരുന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ ഇന്നത്തെ പിന്മുറക്കാർ എന്താണ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി അവിടെ അടങ്ങി കൈകെട്ടിയിരുന്നിട്ട് കാര്യമില്ല, പിന്നിലുള്ളവരെ നിയന്ത്രിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവിന് കഴിയണം, അല്ലായെങ്കിൽ അദ്ദേഹം പരാജയമാണ് എന്ന് വിലയിരുത്തും. ഇവിടെ ഇനി കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട വിമർശനത്തെക്കുറിച്ചും പല വാദങ്ങൾ ഉയർന്നു വന്നല്ലോ. സഖ്യകക്ഷികളുടെ ബലത്തിൽ ജീവിക്കുന്ന പരാത ജീവിയാണ് കോൺഗ്രസ്, ശരിയല്ലേ? കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ഈ 99 അല്ലെങ്കിൽ 101 സീറ്റ് കോൺഗ്രസിന് കിട്ടുമായിരുന്നോ? കിട്ടില്ല. ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് 101 സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം നേരത്തെ പയറ്റിയിടത്തൊക്കെ തോറ്റുപോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇന്ത്യ മുന്നണി മാറ്റിവെച്ചിട്ട് പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ജയിക്കാൻ കഴിയുമായിരുന്ന സീറ്റുകളിലൊക്കെ തോറ്റുപോയല്ലോ. ആ തോൽവിയെക്കുറിച്ച് കോൺഗ്രസ് തന്നെ ഇപ്പോൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസ് ഞങ്ങൾക്ക് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു, സഖ്യമായിരുന്നെങ്കിൽ, ചിലരെയെങ്കിലും സഖ്യത്തിൽ കൂട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നത് എൻ്റെ വിലയിരുത്തലല്ല, AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ വിലയിരുത്തലാണ്. അപ്പോൾ സഖ്യത്തിലാകാതിരിക്കുമ്പോൾ കിട്ടുന്നതും സഖ്യത്തിലായിരിക്കുമ്പോൾ കിട്ടുന്നതും കോൺഗ്രസ് തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതേ നരേന്ദ്രമോദി ഇവിടെ പറഞ്ഞുള്ളൂ, സഖ്യകക്ഷികളുടെ ബലത്തിൽ ജീവിക്കുന്ന, നരേന്ദ്രമോദിയേക്കാൾ സഖ്യകക്ഷികളുടെ ബലത്തിൽ ജീവിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ കോൺഗ്രസിന് ഈ 101 സീറ്റിലേക്ക് എത്താൻ കഴിയില്ലായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് എന്നത് ആദ്യം മനസ്സിലാക്കുക. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കിട്ടുന്ന വോട്ട് വിഹിതം എത്രയാണ്? BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ, ഈ സഖ്യകക്ഷി ഇല്ലാതെ ഏറ്റുമുട്ടുമ്പോൾ കിട്ടിയിട്ടുള്ള വോട്ട് വിഹിതം എത്രയാണ്? അങ്ങനെ കണക്ക് നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ബിലോ ആവറേജ് ആണ്, ആവറേജിന് താഴെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റൊരു പാർട്ടിയുടെ, ഇപ്പോൾ DMKയുടെ ഒക്കെ സപ്പോർട്ട് കൂടി മത്സരിക്കുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ മറ്റ് സഖ്യകക്ഷികളുടെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്ന ഇടങ്ങളിൽ, UPയിൽ ഒക്കെ കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് സമാജ്വാദി പാർട്ടിയുടെയും കൂടെ മത്സരിക്കുന്ന മറ്റ് സഖ്യകക്ഷികളുടെയും എല്ലാവരുടെയും കൂടെ മിടുക്കാണ്.
NDAയും അതുപോലെ തന്നെയാണ്. NDA ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അത് പ്രീപോൾ അലയൻസ് ആയിട്ട് തന്നെ ഒപ്പമുണ്ടായിരുന്നവരാണ്. അല്ലാതെ ജയിച്ചു കഴിഞ്ഞിട്ട് ആരെയും പർച്ചേസ് ചെയ്തതൊന്നുമല്ല. കൃത്യമായി പ്രീപോൾ അലയൻസ് ഉണ്ടാക്കി മത്സരിച്ച് ജയിച്ചതാണ് NDA. ആ സംവിധാനം ഇല്ലായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം കുറെ സഖ്യകക്ഷികളെ കൂട്ടിച്ചേർത്തങ്ങ് ഭരിച്ചു എന്ന മട്ടിലുള്ള വിലയിരുത്തലൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ നേരത്തെ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ അതും അങ്ങനെ ആ രീതിയിലുള്ള ഒരു കാര്യമായിട്ടേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇനി നരേന്ദ്രമോദി എന്താണ് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞത്? വിപക്ഷമേ ബൈഠോ, പ്രതിപക്ഷത്തിരിക്കൂ, പ്രതിപക്ഷ നേതാവാണ് താങ്കൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി തലക്കെട്ടിടാനൊന്നും കിട്ടിയില്ല എന്നാണ് ഉണ്ണിസാർ പറഞ്ഞത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നതിനെ കുറിച്ച് നരേന്ദ്രമോദി ഇന്ന് എടുത്തു പറഞ്ഞല്ലോ. കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്ക് നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ട് ആ MP അഭിമാനത്തോടെ ഞങ്ങൾക്കൊപ്പം ഈ ലോക്സഭയിൽ ഇരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി ഈ നരേന്ദ്രമോദി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്ക് ഓരോന്നായി നീറ്റ് പരീക്ഷ, പിന്നെ ഓരോ വിഷയങ്ങൾ എടുക്കാം, ആ ഓരോ വിഷയങ്ങളിലും എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? അങ്ങനെ മറുപടി പറയുന്നതിനായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഇത് എന്ന രീതിയിൽ അങ്ങ് തീരുമാനിക്കേണ്ടത് ആരാണ്? ഇത് ഞാൻ മനസ്സിലാക്കുന്നത് റിപ്ലൈ ടു ദ മോഷൻ ഓഫ് താങ്ക്സ് ഓൺ ദ പ്രസിഡന്റ്സ് അഡ്രസ്, അതാണ് ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ നടന്നത് എന്നാണ്. അതിൽ രാഷ്ട്രപതി അവതരിപ്പിച്ച രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള ആ മോഷൻ ഓഫ് താങ്ക്സിൽ റിപ്ലൈ നൽകുന്ന നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് എല്ലാത്തിനും മറുപടി പറയണം, അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ തലക്കെട്ടായി സംപ്രേഷണം ചെയ്യൂ എന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് യുക്തിയാണുള്ളത്? നരേന്ദ്രമോദി എന്ത് പറയണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങളാണോ? മാധ്യമങ്ങൾക്ക് തലക്കിട്ടിടാൻ വേണ്ട കാര്യങ്ങളാണോ നരേന്ദ്രമോദി പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എന്താണ്? NDA നേടിയ വിജയം, എന്തൊക്കെ കുപ്രചരണങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് അധികാരത്തിലെത്തിയോ? അധികാരത്തിൽ ആരെത്തി? ആര് പ്രതിപക്ഷത്തിരിക്കുന്നു? അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇത്രയധികം ഇന്ത്യ മുന്നണി ഉണ്ടാക്കി കാടിളക്കിയുള്ള പ്രചാരണം നടത്തി, എന്നിട്ടും എവിടെയാണ് ഇരിക്കുന്നത്? പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. അതൊരു വസ്തുതയാണ്, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഇന്നലത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചായിരുന്നു. നിങ്ങളൊക്കെ മറന്നുപോയി കാണും. ഇന്നലെ എന്തായിരുന്നു ഡോക്ടർ അരുൺ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള വാചകമായിരുന്നു അഘാട്ട്. ആ ദിവസമായിരുന്നല്ലോ ജൂലൈ 1. 8,500 രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടിൽ ക്യൂ ഒക്കെ നിന്ന് എല്ലാവരും അക്കൗണ്ടിലൊക്കെ വന്നോ എന്നൊക്കെ ബാങ്കിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട്. 8,500 രൂപ വീതം 1 ലക്ഷം വർഷം കിട്ടുന്ന, അതായത് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീക്ക് കൊടുക്കുന്ന 8,500 രൂപയുടെ വിഹിതം അത് കിട്ടിയോ എന്നും നരേന്ദ്രമോദി ചോദിച്ചിരുന്നു. അതായത് നിങ്ങൾക്ക് പണം കിട്ടുമെന്നുള്ളൊരു പ്രഖ്യാപനം, അത് വാഗ്ദാനമായിരുന്നു. അപ്പോൾ അധികാരത്തിലെത്താത്തത് കൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല. കിട്ടുമോ എന്നറിയുന്നതിനായി ആളുകൾ നോക്കി. അതായത് ആ ഒപ്പിട്ട പത്രികയൊക്കെ ആയിട്ട് ആളുകൾ ലക്നൌവിലൊക്കെ പോയി ക്യൂ നിന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെയൊക്കെ പ്രചാരണത്തിൻ്റെ ഭാഗമായിരുന്നു, കോൺഗ്രസ് വിതരണം ചെയ്ത കാര്യവുമായിരുന്നു. അപ്പോൾ എന്തായാലും ആ വിഷയത്തിലടക്കം അതൊക്കെ രാഹുൽ ഗാന്ധി കേൾക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല, രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവർ കേൾക്കാതെ പോയതാണോ എന്നറിയില്ല, അതും നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇന്നത്തെ ആ ഒരു 2.25 മണിക്കൂർ നീണ്ട പ്രസംഗത്തിനിടയിൽ ഏറ്റവും നല്ല ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷത്തോടൊക്കെ ഒരു സ്നേഹം വേണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എത്രയൊക്കെ നമുക്ക് വിദ്വേഷം തോന്നിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയാലും നമുക്കൊരു സ്നേഹം വേണമല്ലോ. അതായത് ഇങ്ങനെ നമ്മുടെ നരേന്ദ്രമോദി ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അദ്ദേഹം കുറച്ച് വെള്ളം ചോദിച്ചു. വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേക്കും നടുത്തളത്തിൽ ഇറങ്ങി ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് ആകെ വശം കെട്ട് നിൽക്കുകയാണ്. ചില MP-മാരൊക്കെ കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി കുടിക്കാനായിട്ട് എടുത്ത വെള്ളം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുടിച്ചോളൂ, ക്ഷീണിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം വാങ്ങി ആ പ്രതിപക്ഷത്തെ MP കുടിക്കുന്നുമുണ്ട്. ഇത്രയേ ഉള്ളൂ. നരേന്ദ്രമോദിയോട് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞ് എത്ര തന്നെ ഒരു വിപ്രതിപത്തി ഉണ്ടാക്കിയാലും പ്രതിപക്ഷ നിരയിലെ MP-മാർക്ക് ഈ വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം വാങ്ങുന്ന ലാഘവത്തോടു കൂടി അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് വരാനൊന്നും അധികം സമയം വേണ്ട. അതുകൊണ്ടാണ് പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് നരേന്ദ്രമോദി സംസാരിച്ചത് എന്നുള്ള രാഷ്ട്രീയം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി ഉണ്ട്, പറഞ്ഞ പൂർത്തിയാക്കിക്കോട്ടെ. ഇല്ല, തീരട്ടെ. 51 അത് കുഴപ്പമില്ല. 51 ആയാലും എപ്പോഴാണ് തുടങ്ങിയത് എന്നുള്ളതും പ്രധാനമാണല്ലോ. അല്ല, നിർത്തണമെങ്കിൽ നിർത്താൻ കേട്ടോ. നിർത്തണമെങ്കിൽ നിർത്താം. താങ്കൾ പറഞ്ഞിട്ട് മതി. ശരി, ഓക്കെ. അപ്പോൾ ആ പ്രതിപക്ഷ മര്യാദ കാണിച്ചതിന് അങ്ങയോട് നന്ദി. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഈ വെള്ളം വാങ്ങി കുടിക്കുന്ന ആളുകൾ. അപ്പോൾ അതിൽ നിന്ന് ആ MP-യുടെ ഒരു ജസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു MP തിരിച്ചു നിന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ വേണ്ട, പിന്നെ എടുത്തോളാം. മറ്റൊരു MP അവിടെ നിന്നിട്ട് ഇത് കൃത്യമായി നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് തന്നെ, അത് ആ പാർലമെന്റിന് ഇപ്പോഴും സൺസസ് TV-യുടെ സൈറ്റിൽ കിടപ്പുണ്ട്, അതിൽ കൃത്യമായി ആ വെള്ളം വാങ്ങി കുടിക്കുന്നു. അതൊക്കെ എന്ന് പറയുന്നത് പാർലമെന്റിൽ നമ്മൾ കാണുന്ന ഗുഡ് ജസ്റ്റേഴ്സ് ആണ്. പക്ഷേ റോങ് ജസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒന്നാണ്. അത് സൂചിപ്പിക്കാനാണ് ഞാൻ അതുകൂടി പറഞ്ഞത്. അതായത് അങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു പാർലമെന്റിൽ വേണം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണം. അതില്ലാതെ നരേന്ദ്രമോദി വന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ 4:10 ബഹളം തുടങ്ങുകയാണ്. 2.25 മണിക്കൂർ, എന്തായാലും 1 മണിക്കൂറിൽ കൂടുതൽ നരേന്ദ്രമോദി സംസാരിക്കുമെന്ന് ഇവർക്കറിയാമല്ലോ. ആ വിഷയത്തിൽ പ്രതിഷേധിച്ചാൽ പോരെ? ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്ന പ്രതിപക്ഷം എന്ത് മര്യാദയാണ്, എന്ത് മാതൃകയാണ് നമ്മുടെ രാജ്യത്തിന് മുന്നിൽ
മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നത് എന്നുള്ള ഒരു എളിയ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിമർശിച്ചതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും ഇനി അതിൽ എന്തെങ്കിലും പുതുതായിട്ട് ഇങ്ങോട്ട് പറയാനുണ്ട് എങ്കിൽ അതിന് മറുപടി പറയാം. പിന്നെ താങ്കൾ ഇടവേളയ്ക്കായിട്ട് ഇങ്ങനെ ഏറ്റവും ഒടുവിലെടുക്കുക എനിക്ക് പറഞ്ഞു ഒരു ഫ്ലോ നമുക്ക് കളയണ്ട. ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തി എന്താ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തു എന്നുള്ളത്. വെള്ളം ചോദിച്ചപ്പോഴല്ല, വെള്ളം വേണമെന്ന് ചോദിച്ചു. അതെ, അപ്പൊ വെള്ളം ദാഹിക്കുമ്പോൾ മനുഷ്യർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഒരു മാനുഷികമായിട്ടുള്ള പരിഗണനയാണ്. അങ്ങനെ കൊടുക്കുന്ന ഒരു പാർട്ടിയും അങ്ങനെ കൊടുക്കുന്ന മനുഷ്യരും ഒക്കെ കൂടെ ചേർന്നാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, ദാഹിച്ച കുട്ടി കൂജയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചപ്പോൾ തലക്കെടുത്ത് അടിച്ചു കൊന്നിട്ട് ആ അധ്യാപകനെ സംരക്ഷിക്കാൻ പോയ പാർട്ടിയല്ല കോൺഗ്രസ്. അത് ഒരു ടേക്ക്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് കേട്ടോ. താങ്കൾ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് 8,500 രൂപ ഓഫർ ചെയ്യും. അല്ല, ഒരു പത്രിക ഒപ്പിട്ട് കൊടുത്തായിരുന്നു. അതെ, ലക്നൌവിലൊക്കെ അല്ല, പ്രതിപക്ഷ നേതാവാണല്ലോ. നേതാവിന് സ്വന്തമായിട്ട് റിസർവ് ബാങ്ക് ഉണ്ടോ? എനിക്കറിയില്ല. കൊടുത്തപ്പോൾ എന്തായിരുന്നു ഇതൊക്കെ കൊടുക്കും? അധികാരത്തിൽ വരും. അധികാരത്തിൽ എത്തുമ്പോൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കൊടുക്കാൻ പ്രതിപക്ഷ നേതാവിന് സ്വന്തമായിട്ട് ധനകാര്യമന്ത്രിയുള്ള നാടല്ല. അല്ല, അധികാരത്തിലിരിക്കുന്ന മട്ടിലല്ലേ സംസാരിക്കുന്നത്. നമ്പർ 3, മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? BJP ഭരണപക്ഷം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയിട്ടേ ഇല്ല. എണ്ണി പറയട്ടെ, 50 ഇന്ററപ്ഷൻസ് ആണ് ഇന്നലെ 1 മണിക്കൂർ 40 മിനിറ്റിനിടയിൽ. 50 ഇന്ററപ്ഷൻസ്. 50 ഇന്ററപ്ഷൻസിൽ 2 ആരാ? മോദിയുടെ. അത് കള്ളം പറഞ്ഞപ്പോഴാണ്. ഒരു മിനിറ്റ് ഇൻട്രപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇൻട്രപ്ഷൻ അതെ എനിക്ക് ഒറ്റ മിനിറ്റ് ഇൻട്രപ്ഷനെ കുറിച്ച് അത് പറയണമല്ലോ. ആ ഇൻട്രപ്ഷൻ ഞാൻ പറയട്ടെ. ഞാൻ ആ ആർഗ്യുമെന്റ് തീർച്ചയായും ഇന്ററപ്റ്റ് ചെയ്യല്ലേ. ഇനി ഇത് ഇന്നലെ മാത്രം സംഭവിച്ചതാണ്. 50 ആരൊക്കെയാണെന്ന് കൂടി അങ്ങനെ 50 ഇന്ററപ്ഷൻ. ഏറ്റവും തലമുതിർന്ന നേതാക്കൾ. അതായത് ഇന്ന് നരേന്ദ്രമോദി 2, ഞാൻ എണ്ണി 48 ഞാൻ പറഞ്ഞു മൊത്തം പറഞ്ഞുതരാം. അതായത് ഈ മുതിർന്ന നേതാക്കൾ ഇതേവരെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചിട്ട് ബാലബുദ്ധിക്ക് മറുപടി പറയാൻ വേണ്ടി ഇന്നലെ എഴുന്നേറ്റ നേതാക്കളും എത്ര തവണ മറുപടി പറഞ്ഞു എന്നുള്ളത് ഞാനൊന്ന് എണ്ണി പറയാം കേട്ടോ. ആ ബാലബുദ്ധിക്ക് ഇന്നലെ മറുപടി പറഞ്ഞു നരേന്ദ്രമോദി 2 തവണ, അമിത്ഷാ 4 തവണ, രാജ്നാഥ് സിംഗ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി 3 തവണ, പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ 6 തവണ, ശിവരാജ് സിംഗ് ചൗഹാൻ ഈ സഭയിലെ ഏറ്റവും മുതിർന്ന BJP നേതാവ് 3, അനുരാഗ് ഠാക്കൂർ 6 തവണ, നിഷികാന്ത് ദുബെ 10 തവണ, ഭൂപേന്ദ്ര യാദവ് 5 തവണ. കൂട്ടി നോക്കൂ. അപ്പോൾ അല്ല, ഇതിലൊക്കെ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞതിലാണെന്ന് കൂടി പറയണം. 2013 ഈ BJP പാർലമെന്റിൽ പ്രതിപക്ഷത്തിരുന്നപ്പോ എത്ര ശതമാനമാണ് സഭ സ്തംഭിപ്പിച്ചതെന്നറിയാമോ? 56%. അപ്പൊ സഭ തടസ്സപ്പെടുത്തിയിട്ടേ ഇല്ല BJP. ഇന്നത്തെ പ്രസംഗത്തിൽ കാണിച്ചത് മാന്യതയല്ല എന്നതാണ്. ഇന്നത്തെ വിഷയത്തിലാണ് നരേന്ദ്രമോദി മറുപടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. പള്ളി പറഞ്ഞാൽ മതി, മണിപ്പൂരിലെ പള്ളിയിൽ. അതാണ് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസംഗം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള വളരെ നല്ല പ്രസംഗം. ആ പ്രസംഗം വേണമെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറല്ല 3 മണിക്കൂറും വേണമെങ്കിൽ വീണ്ടും 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 നമ്മൾ കാണിക്കും. രാഹുൽ ഗാന്ധി നടത്തുന്നത് വീണ്ടും വീണ്ടും പറയും. രാഹുൽ ഗാന്ധിയെ കുറിച്ച് വീണ്ടും വീണ്ടും പറയും. പക്ഷേ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ സെൻസസ് TV പോണം. അതെ, ശരി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ പാർലമെന്റിലും മാനേഴ്സ് പുലർത്തണം എന്ന് പറയുന്നതായിരുന്നല്ലോ ഒരു ആർഗ്യുമെന്റ്. അത് പൊതുവെ സുജയ മാത്രമല്ല, ഇതിനുശേഷം പൊതുവെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇൻട്രപ്ഷൻ ആയിരുന്നു എന്നുള്ളത്. ഒരു ചർച്ച നടക്കുമ്പം പാർലമെന്റിൽ ഇൻട്രപ്ഷൻ ഉണ്ടാകും, കുഴപ്പമില്ല. അതിനൊരു മാനേഴ്സ് കീപ്പ് ചെയ്യണമെന്ന അഭിപ്രായം എനിക്കുണ്ട് താനും. നമുക്കൊരു കണക്കെടുത്ത് നോക്കാമല്ലോ. പാർലമെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻ ഏതാണ്? ബജറ്റ് സെഷനാണ്. എന്തുകൊണ്ടാണ് ബജറ്റ് സെഷൻ പ്രധാനമെന്ന് പറയുന്നത്? ഒരു സാമ്പത്തിക വർഷം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, ഇതൊക്കെയാണല്ലോ ബജറ്റ് സെഷനിൽ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത്. ആ ബജറ്റ് സെഷനിൽ 2018-ലും 2023-ലും ഒരു ഡിസ്കഷനും കൂടാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ ബജറ്റ് പാസ്സാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലെ പാർലമെന്റ് അപഹസിക്കുന്ന വേറൊരു പരിപാടിയുണ്ടോ ഈ രാജ്യത്തെ ജനങ്ങൾ? പറയട്ടെ, അല്ലല്ല, രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അറിയിക്കാനും വിശദീകരണം നൽകാനും ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രതിപക്ഷത്തോടല്ലെന്നേ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. അതിനുള്ള വേദിയാണ് പാർലമെൻറ്റ്. 2019 മുതൽ 2023 വരെയുള്ള ബജറ്റ് സെഷൻസ് എടുത്താൽ എല്ലാ ബജറ്റുകളുടെയും 80% പാസ്സാക്കിയിരിക്കുന്നത് വിത്തൗട്ട് ഡിസ്കഷൻ. ഇതാണ് ഇന്ത്യൻ പാർലമെന്റിനോടുള്ള BJPയുടെ സമീപനമാണ് ഞാൻ പറയുന്നത്. അല്ലെന്നേ, 206 തവണയാണ് രാജ്യത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് MP-മാരെ പുറത്താക്കിയത്. 206 തവണ. LK അദ്വാനിയും അതെ, അത് ശരിയാ. കാരണം എന്താ വെച്ചാൽ സാധാരണഗതിയിൽ ഇന്നലെ വേണമെങ്കിൽ പ്ലക്കാർഡ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഒരു സാധനം ഉയർത്തി കാണിക്കാൻ പാടില്ല പാർലമെന്റിൽ.
ഇന്നലെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ വാൺ ചെയ്യുകയോ ഒക്കെ എന്തൊക്കെ ചെയ്യാം. അല്ല സാധാരണഗതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എക്സ്പെൻഡ് ചെയ്തതെന്താ അറിയോ? എക്സ്പെൻഡ് ചെയ്തതെന്ന് അതല്ല, കഴിഞ്ഞ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തല്ല എങ്കിൽ കൂടിയും കോൺഗ്രസിന്റെ നേതാവായും ഇരുന്ന 17ാം ലോക്സഭയിൽ 55% ഇവർ നടത്തിയ സ്പീച്ചും എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 55% ലോക്സഭ കണക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഒരു ആലോചിച്ച് നോക്കി, ചരിത്രത്തിൽ ഉണ്ടാവില്ല എന്താണ് ഈ പാർലമെന്റ് നടന്നെന്നുള്ളത്. നാളെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോയാൽ അവരെടുത്തു വെച്ച് നോക്കുന്ന ഡോക്യുമെന്റിൽ 17ാം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് ആകപ്പാടെ ഉണ്ടായ പ്രസൻസ് 45%, 55% എടുത്തങ്ങ് കളഞ്ഞിരിക്കും. ഇതെന്ത് ജനാധിപത്യമാണ്? ഞാൻ പറയുന്നത് 179 ബില്ലുകളാണ് 2019 മുതൽ 2023 വരെ ഭരിച്ച 2024 വരെ ഭരിച്ച സർക്കാർ ചെയ്തത് പ്രോപ്പർ വേയിൽ അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആസ് പെർ പാർലമെന്ററി രീതികളിൽ അതിനായി ശ്രമിച്ചു. അത് പ്രതിപക്ഷം ഉപയോഗിച്ചോ? വിത്തൗട്ട് റീസൺ ആണ്. ഓരോന്നും. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, 179 ബില്ലുകൾ പാസ്സാക്കി. 179 ബില്ലുകൾ പാസ്സാക്കിയപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം ബില്ലുകളും പാസ്സാക്കിയത് എത്ര സമയം കൊണ്ടാണെന്നറിയാവും? 1 മണിക്കൂറിൽ താഴെയാണ്. കഴിഞ്ഞ ലോക്സഭയുടെ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ പാർലമെൻറ്റ് മഹത്താണെന്നും പാർലമെൻറ്റിലെ ആളുകൾ ബിഹേവ് ചെയ്യണമെന്നും പാർലമെൻറ്റിനെ ബഹുമാനിക്കണമെന്നും പറയുമ്പം പാർലമെന്റ് എന്നൊരു സംവിധാനം തന്നെ ഉണ്ട് എന്നൊരു മനോഭാവം ഇല്ലാതെയാണ് കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നലത്തെ കാര്യത്തിലേക്ക് വരും. ഇന്നലെ അഗ്നിവീർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് അത് തെറ്റില്ല, അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ല എന്നിവിടെ മാഡവും സാറും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ അഗ്നിവീറിൽ ഇന്ന് കണ്ട ഒരു പ്രതികരണമുണ്ടല്ലോ, അതേക്കുറിച്ച് ആരും മിണ്ടിയില്ലല്ലോ. 2023 ഒക്ടോബറിൽ സിയാച്ചിനിൽ വെച്ച് വീരമൃത്യു വരിച്ച അഗ്നിവീർ അക്ഷയ് ഗവാദയുടെ അച്ഛൻ ലക്ഷ്മൺ ഗവാദയുടെ പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നേരത്തെ കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ അത്രയും പറഞ്ഞില്ല, പക്ഷേ ഇന്ന് വീണ്ടും മാഡം അഗ്നിവീറിന്റെ കാര്യം കോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. 48 ലക്ഷം ഇൻഷുറൻസും സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് 50 ലക്ഷവും സംസ്ഥാന സർക്കാരിന്റെ 10 ലക്ഷവും കിട്ടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നലെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണ്? സൈനിക സേവനത്തിനിടെ വീരമൃത്യു വരിക്കുന്ന അഗ്നിവീർമാരുടെ കുടുംബത്തിന് ഒന്നും കൊടുക്കുന്നില്ല, സഹായധനം കൊടുക്കുന്നേയില്ല. കിട്ടി എന്ന് പറയുന്നത് ഈ സിയാച്ചിനിൽ വെച്ച് വീരമൃത്യു വരിച്ച ആളുടെ പിതാവ് തന്നെയാണ്. ആ ഒരു സൈനികരുടെ അച്ഛനോട് മാപ്പ് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം. എല്ലാ രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയാണെന്ന് വാദിക്കുന്നവരെ അഗ്നിവീറിന്റെ കാര്യത്തിലാണ് മാഡം തർക്കിച്ചത്. ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ വിഷയത്തിലൂന്നി സംസാരിക്കൂ. അഗ്നിവീറിനും ആർമി ജവാനും 2 പാക്കേജാണ്, 2 പെൻഷനാണ്, 2 കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ 2 സർവീസ് കണ്ടീഷൻസ് ആണ്. ഞാൻ എന്താ പറഞ്ഞത്? പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ അനുഭവമാണ്. ഒരു കുടുംബം പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. കുടുംബം പറഞ്ഞ കാര്യം അത് പറയുന്നില്ല. ഇപ്പുറത്തെ കുടുംബത്തിന്റെ അനുഭവം കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അല്ല, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ നമ്മൾ ഈ പ്രധാനമന്ത്രി തന്നെ ഇന്ന് പാർലമെന്റിൽ അവകാശപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമതാണല്ലോ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 3ാമത്തെ സർക്കാർ വരുന്നത്. ആ അർത്ഥത്തിൽ ഈ സർക്കാർ ഒരു തുടർച്ചയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ അവസാനം സംസാരിച്ചത് എപ്പോഴാണ്? അത് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന സമയത്താണ്. ദീർഘമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആ അവിശ്വാസ പ്രമേയം എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മണിപ്പൂർ വിഷയത്തിൽ ഈ സർക്കാരിനെ കൊണ്ടൊന്ന് വാതുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അല്ലാതെ അവർ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. തലകുത്തി നിന്നിട്ട് നരേന്ദ്രമോദി സംസാരിച്ചിട്ടില്ല പാർലമെന്റിനകത്ത്. അങ്ങനെയാണ് എങ്കിൽ ഇതൊരു ഭരണ തുടർച്ചയാണ് എങ്കിൽ ആ സമ്മേളനത്തിന്റെ തുടർച്ചയാണ് സുജയ ഇത്. അതുകൊണ്ട് മണിപ്പൂർ പറഞ്ഞതുകൊണ്ട് ഒരു തുടർച്ചയെ കുറിച്ച് കൂടി പറഞ്ഞേക്കാം. എന്തായാലും നരേന്ദ്രമോദി NDAയിലെ മാഡം പറഞ്ഞത് അംഗീകരിക്കുകയാണെങ്കിൽ സഖ്യകക്ഷികളും കൂടെ ചേർന്നുള്ള NDA തന്നെയാണ് ഭരിക്കുന്നത്. ഒറ്റയ്ക്ക് BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. 99 കിട്ടിയവർക്ക് ഭരിക്കാൻ പറ്റില്ല. 272 വേണം മാഡം, ഇത് 240. അപ്പൊ എന്തായി? അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ? അപ്പോൾ നിർത്തുമ്പോൾ നമ്മൾ ഒരു പ്രസംഗം ഇന്നലെ വളരെ കൗതുകരമായ പ്രസംഗമായിരുന്നു. എസ് വെങ്കട്ടരാം, നമ്മുടെ വെങ്കടേശൻ നടത്തിയ പ്രസംഗമുണ്ടല്ലോ. എസ് വെങ്കടേശൻ മധുരയിലെ MP. ഒരു സെക്കൻഡ്, ഞാൻ ഇടപെടാതിരുന്നതല്ല, മൈക്ക് താഴെ. അതുകൊണ്ടാണ്. ഓഡിയോ ക്ലിയർ ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് ഇന്നിയർ വർക്ക് ഓഡിയോ ക്ലിയർ ആവാൻ സാധ്യതയില്ല.
ഇന്നീറാണ് പോയത്. ഓക്കെ, അപ്പോൾ സംസാരിക്കാം. പ്രേക്ഷകർ ക്ഷമിക്കണം, ഇക്കാര്യത്തിൽ പറഞ്ഞിട്ട് തന്നെ പോകണമല്ലോ. സാർ പറഞ്ഞ തുടർച്ച പോലെ മറ്റൊരു തുടർച്ച കൂടിയുണ്ട്. 1984 ശേഷം നടന്ന, അതായത് ഉണ്ണി സാർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 10 തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ പോലും 250 കടക്കാൻ ഈ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ ഗാന്ധിയുടെ അച്ഛനുണ്ടായിരുന്നപ്പോഴും അതിനുശേഷം അമ്മ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഭരണത്തിലെത്തിയപ്പോഴും എല്ലാം 84 ശേഷം 10 തെരഞ്ഞെടുപ്പിൽ ഒറ്റ തവണ പോലും 250 കടക്കാൻ കഴിയാത്തവരാണ്. BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. BJP അങ്ങ് തോറ്റുപോയി. വർഷങ്ങളുടെ പാരമ്പര്യമാണ്. BJP എപ്പോഴാണ് ഭരിച്ചു തുടങ്ങിയത്? എപ്പോഴാണ് BJP പാർട്ടി ഉണ്ടായത്? അതിന് മുന്നേയുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 99 കിട്ടി, അതിപ്പോൾ 101 ആക്കിയിട്ട് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെന്ന് മറന്നുകൊണ്ട് അങ്ങ് നരേന്ദ്രമോദി അങ്ങ് അപമാനിക്കുകയാണ്. രാഹുൽ ഗാന്ധിയാണ് വിജയിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞ് കുറെ പേരങ്ങ് ആഘോഷിക്കുകയാണ്. അപ്പോൾ നുണകളൊക്കെ എത്ര പ്രചരിപ്പിച്ചാലും ഇത്ര വലിയ പരാജയം നേരിടേണ്ടി വന്നതിന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു സാർ. തർക്കമൊന്നുമില്ല സാർ. വിഷമിക്കുന്നവരെ വീണ്ടും കുത്തുന്നത് ശരിയല്ല. പെരിയ ആള് താനപ്പാ തന്നെ 240, പക്ഷെ 303 നിന്നാണ് 240 വന്നത്. 63 പോയി. ഉത്തർപ്രദേശിൽ നിങ്ങൾ പാതിയിൽ താഴെയായി. ഉത്തർപ്രദേശിലെ ഭരിക്കുന്നത് പ്രധാനമന്ത്രി. അതെ, വലത്തെ തോളെ കൈയിട്ടിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു, ഇടത്തെ തോളത്തെ കൈയിട്ടിരിക്കുന്നത് നിതീഷ് കുമാർ. രാഹുൽ ഗാന്ധി കൈയിട്ട നിതീഷ് കുമാറാണ് അവിടെ നിൽക്കുന്നത്. അതെ, അതാണല്ലോ ഇത്. അവസരവാദികളുടെ കൂട്ടാണ്. ഇനി ഇടത്തെ വശത്ത് തോളത്തെ കൈയിട്ടുള്ളൊരു ടീമുണ്ട്, ശിവസേനയായിരുന്നു. ആ പാൽത്തുറാമാരാണ്. അല്ല, പാൽത്തുറാമെന്ന് അറിയില്ല. നേരത്തെ മാഡം പറഞ്ഞു. പാൽത്തുറാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞാനങ്ങനെ ഭാഗമായി നിങ്ങൾ വിളിച്ചവരാണ്. അഴിമതി വീരൻ അജിത് പവാർ എവിടെയാ? പ്രഫുൽ പട്ടേൽ അഴിമതി വീരൻ എവിടെയാ? അജിത് പവാർ. ഈ ക്യാമ്പുകളിലെല്ലാം ചന്ദ്രബാബു നായിഡു എവിടെ? കറപ്ഷൻ കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എസ് വെങ്കടേഷിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ അമരാറാം ഉണ്ടല്ലോ, മനോഹരമായ ഒരു കാഴ്ചയുണ്ടായിരുന്നു. നമ്മുടെ ഈ ഓത്ത് ടേക്കിങ്ങിൻ്റെ സമയത്ത് ട്രാക്ടർ ഓടിച്ചുകൊണ്ടാണ് ഈ പാർലമെന്റിലേക്ക് അമരാറാം വന്നത്. ഷിക്കാറിൽ നിന്നുള്ള MP. അദ്ദേഹം വരുന്ന സമയത്ത് CPM-ന്റെ അദ്ദേഹം പാർലമെന്റിന് മുന്നിൽ എത്തിയതിനു ശേഷം ആ ട്രാക്ടർ നിർത്തിയിട്ട് നടന്നു പോകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ 13 മാസക്കാലം ഈ ട്രാക്ടർ ഈ ഡൽഹിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ദില്ലിയുടെ അതിർത്തികളിൽ നിങ്ങൾ കിടങ്ങുകൾ കുഴിച്ച് അവിടുത്തെ കർഷകരെ നിങ്ങൾ അവിടെ കാത്തിരുത്തി ഈ മഞ്ഞിലും മഴയത്തും കോൺക്രീറ്റ് വേലി കെട്ടി. അതിൻ്റെ പ്രതികാരം എന്ന വണ്ണമാണ് ഈ അമരാറാം ഒരു ട്രാക്ടർ ഓടിച്ച് പാർലമെന്റിലേക്ക് വരുന്നത്. സുജയ, കാവ്യനീതി എന്നുള്ളത് രാഷ്ട്രീയത്തിലുണ്ട്. നല്ല മറുപടിയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്ന് 1, നല്ല മറുപടി എന്ന് സുജയ, അല്ല എന്ന് 3 പേർ, നോ എന്ന് 3. മീഡിയ ഡീറ്റെയിൽസ് ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. Good night. Meet the editors.